ഇന്ന് പകൽ നിങ്ങളോട് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത് തിമോഥെയോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വേദവാക്യമാണ്. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യമാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിനകത്ത് അല്പസമയം നിങ്ങളോട് ഒരു അരുളപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ പാസ്റ്റേഴ്സ് ലേഖനമാണ്, ഇടയ ലേഖനങ്ങളാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം, 2 തിമോഥെയോസിന്റെ ലേഖനം, തീത്തോസിന്റെ ലേഖനം. ഇത് 3ഉം ഇടയ ലേഖനങ്ങളാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം കാരാഗ്രഹ ലേഖനങ്ങളായി 4 ലേഖനങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അവൻ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊളോസ്യ ലേഖനം, ഫിലമോന്റെ ലേഖനം. ഇത് 4ഉം ക്രിസ്തുവിന്റെ വ്യത്യസ്തമായ അധികാരങ്ങളെയൊക്കെ കാണിക്കുന്നതാണ്, അല്ലേ? എഫേസ്യ ലേഖനത്തിനകത്ത് ആമേൻ സഭ ക്രിസ്തുവിന്റെ ശരീരമാകുമ്പോൾ, കൊളോസ്യ ലേഖനത്തിനകത്ത് ആമേൻ ക്രിസ്തു തലയായി വരികയാണ്. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ സന്തോഷം അനുഭവിക്കുന്ന ദൈവസഭയെ കുറിച്ച് എടുത്തു പറയുന്നു. അപ്പൊ ഈ 4 ലേഖനങ്ങളും 3 ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളുമാണ്. എന്നാൽ പാസ്റ്റേഴ്സ് ലേഖനമായ 1 തിമോഥെയോസിന്റെ ലേഖനവും 2 തിമോഥെയോസിന്റെ ലേഖനവും നീച്ചപുത്രനായ തിമോഥെയോസിന് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. ഇന്ന് നിങ്ങളോട് അല്പസമയം ശുശ്രൂഷിക്കുന്നത് നമ്മുടെ വിളിയെ കുറിച്ചാണ്. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറയാമോ? നമ്മുടെ വിളിയെ കുറിച്ചാണ് അല്പസമയം ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ആമേൻ പൗലോസിന്റെ നീച്ചപുത്രൻ അല്ലെങ്കിൽ കൂട്ടുവേലക്കാരൻ, സഹശുശ്രൂഷകൻ എന്നൊക്കെ പറയപ്പെടുന്ന ആമേൻ തൻ്റെ ശുശ്രൂഷയാൽ പുറത്തു വന്നൊരു ദൈവിക അഭിഷിക്തനാണ് ആര്? തിമോഥെയോസ് എന്ന് പറയുന്നത്. തിമോഥെയോസും പൗലോസും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം ഉണ്ട്. ഒരപ്പനും മകനും തമ്മിലുള്ള ബന്ധം ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് അതിനകത്തെ വാക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. പൗലോസ് മറ്റാരെ ആമേൻ വിളിക്കുന്നതിനേക്കാൾ തിമോഥെയോസിന് വിളിക്കുന്ന ചില പേരുകളുണ്ട്. എൻ്റെ മകൻ, കൂട്ടുവേലക്കാരൻ, നിജപുത്രൻ എന്നൊക്കെ മറ്റാരെ കുറിച്ചും പൗലോസ് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? തിമോഥെയോസിനെ കുറിച്ചാണ്. ഇനി ആരാണ് തിമോഥെയോസ്? തിമോഥെയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യവനായ സമുദായത്തിലുള്ള ഒരു മനുഷ്യനാണ്. തൻ്റെ പിതാവ് ഒരു യവനായക്കാരനും അമ്മ ഒരു യഹൂദ സ്ത്രീയുമാണ്. അത് മാത്രമല്ല അവൻ ആഴമായ പ്രാർത്ഥനയുടെ അനുഭവമുള്ള അവൻ ഒരു അമ്മുമ്മ തനിക്കുണ്ട്, ഒരു വലിയമ്മയുണ്ട്. അതുകൊണ്ട് പൗലോസ് ലേഖനത്തിൽ പറയുന്നത്, മകനെ തിമോഥെയോസേ, നിന്നിൽ കണ്ട ആ വിശ്വാസമുണ്ടല്ലോ നിന്റെ അമ്മയിൽ കണ്ടു, നിന്റെ വലിയമ്മയിൽ കണ്ടു. സ്വതന്ത്രം ചെയ്യാൻ പറ്റുമോ? ഈ അഭിഷേകം മാത്രമല്ല ഇമ്പാർട്ടേഷനായി വരുന്നത്, വിശ്വാസവും പകർന്നു വരും. സ്തോത്രം. വിശ്വാസവും പകർച്ചയായി വരും, അല്ലേ? ആമേൻ. പൗലോസ് പറയുന്നു, കുഞ്ഞെ, നിന്നിൽ കണ്ട വിശ്വാസം നിന്നിൽ മാത്രമല്ല നിന്റെ അമ്മയിൽ ഞാൻ കണ്ടു, പോരാ നിന്റെ വലിയമ്മയിൽ ഞാൻ കണ്ടു. ആ ഭാഗം വിടാം. എന്നാൽ പൗലോസ് തിമോഥെയോസിനെ ആഴമായി സ്നേഹിച്ചു. ഇനി പൗലോസിന്റെ നിര്യാണ കാലത്തിൽ അവസാന സമയത്ത് പൗലോസ് ആമേൻ ആരെയെങ്കിലും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതാരെയാണ്? അത് തിമോഥെയോസിനെയാണ്. ആമേൻ. റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് ഒടുവിലായിട്ട് ഒരു ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്, എൻ്റെ ഹൃദയത്തെ വല്ലാതെ ടച്ച് ചെയ്തൊരു ഭാഗമാണ്. മകനെ തിമോഥെയോസേ, നീ വേഗത്തിൽ വരുവാൻ ആഗ്രഹിക്കണം കേട്ടോ. എന്താണെന്നറിയാമോ? ആമൻ. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നാൽ നിവരെ നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ 5 അടി 10 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. എന്നാൽ
5 അടി ഹൈറ്റുള്ള ഒരാൾക്ക് അത്യാവശ്യം നിന്നാൽ തല മുകളിൽ ഇടിക്കുന്നത് പോലെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു ജയിലാണ് ഞാൻ കിടക്കുന്ന ജയില്. ആ ജയിലിൽ നിവരെ നിൽക്കാൻ കഴിയത്തില്ല. ഉയരമുള്ളൊരു മനുഷ്യന് കുനിഞ്ഞു മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. ഇനി അതിനകത്തെ പ്രത്യേകത, അങ്ങനെ വെളിച്ചമൊന്നും കയറുന്നൊരു ജയിലല്ല ഞാൻ കിടക്കുന്ന ജയിൽ. ആ ജയിലിന് കടൽത്തീരത്ത് നിന്നും അല്പം മീറ്ററുകൾ മാത്രം, കടൽത്തീരത്തുനിന്ന് പാറയുടെ ഇടുക്കിലേക്ക് ആമൻ ഭൂമിയുടെ നിരപ്പിൽ നിന്നും താഴോട്ട് ഗുഹക്കകത്ത് വെട്ടിയെടുത്ത ഒരു കൊച്ചു ജയിലാണ് പൗലോസ് കിടക്കുന്നത്. ഇനി ആ ജയിലിന്റെ ആമൻ എല്ലാ മുകൾ വശത്തും ഒരു വെന്റിലേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? കടലിൽ നിന്നും അടിക്കുന്ന തണുത്ത കാറ്റ് ഇതിനകത്തേക്ക് ഇറങ്ങി ഈ ജയിലറ മുഴുവൻ ഐസ് കൊണ്ട് നിറയുമ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒട്ടുമിക്ക ആരോഗ്യ തുടകാച്ചന്മാരും മരിച്ചു വീഴുക തയ്യാറാകുന്നത്. അവരുടെ ശിക്ഷാവിധിക്ക് മുമ്പേ പലരും ഈ ലോകത്തൊന്ന് മാറ്റപ്പെടും. ശരീരം ബലഹീനമായ കൊരിന്ത സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, ആമേൻ ആമേൻ, വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കാൻ എന്നെ കുത്തേണ്ടതിന് ദൈവം ഒരു ദൂതനെയാക്കി വെച്ചിട്ടുണ്ട്. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ചിലത് തന്നെ വിട്ട് നീങ്ങാൻ താൻ പ്രാർത്ഥിച്ചു. തന്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു, ഒരു ബലഹീനത ഉണ്ടായിരുന്നു. ബലഹീനമായ ശരീരം വെച്ച് കാരാഗൃഹത്തിനകത്ത് പൗലോസ് കിടക്കിയാകട്ടോ. തണുത്ത കാറ്റടിക്കും, ആമൻ. എന്നാൽ ഈ തണുത്ത കാറ്റും ഐസും ഒന്നും പൗലോസിനെ വിശ്വാസത്തെ കെടുത്തിയില്ല. ആ കാരാഗൃഹത്തെ കൊണ്ട് സഭയെ നോക്കി ദൂത പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ആമേൻ. യേശു മുറിക്കകത്തിരുന്ന് ആരാധിക്കുന്ന നമുക്ക് സന്തോഷിക്കാൻ വകയില്ലാതിരിക്കുമ്പോൾ കാരാഗൃഹത്തിനകത്ത് കിടക്കുന്ന പൗലോസ് പറയുക, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. ഈ പൗലോസിന്റെ ജയിലിൽ ആമൻ വെളിച്ചമിറങ്ങുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയോ? സൂര്യൻ തലക്ക് മീതെ ഉദിച്ചുയരുമ്പോൾ, തലക്ക് മീതെ സൂര്യൻ വരുമ്പോൾ നട്ടുച്ചയ്ക്ക് ഈ കാരാഗൃഹത്തിൽ അല്പം വെളിച്ചം അരിച്ചിറങ്ങി വരും. കാരണം ഈ ജയിലിന്റെ മണ്ടക്കായിട്ട് ഒരു ചെറിയ ആമൻ 2 അടി വ്യാസമുള്ള ഒരു കൊച്ച് വെന്റിലേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൂര്യൻ നിറകെ വരുമ്പോൾ അതിനകത്തുനിന്ന് അരിച്ചിറങ്ങുന്ന വെളിച്ചം ഈ കാരാഗൃഹത്തിലേക്ക് ഇറങ്ങും. പൗലോസിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് പോനെ? ഏറ്റവും വലിയ പ്രാർത്ഥന, ദൈവമേ, സൂര്യൻ എത്രയും പെട്ടെന്ന് എന്റെ തലക്ക് മീതെ വരണം. എന്തിനാന്നൂടി പറയുക, തലക്ക് മീതെ ആമേൻ സൂര്യൻ വരുമ്പോൾ ഈ കാരാഗൃഹത്തിലേക്ക് വെളിച്ചം ഇറങ്ങി വരും. ആ വെളിച്ചം ഇറങ്ങുമ്പോൾ സഹ തടവുകാരോട് പൗലോസ് പറയും, ഹേ മോനെ, ആ മൂലക്ക് കിടക്കുന്ന കല്ല് ഒന്ന് ഉരുട്ടിക്കൊണ്ടുവന്നോ ഈ വെളിച്ചത്തിന്റെ താഴെ ഇട്ട് തരാമോ? അവർ ചിലർ ചേർന്ന് ഇരിക്കാനിട്ടിരിക്കുന്ന കല്ലുരുട്ടിക്കൊണ്ടുവന്നോ ആ വെളിച്ചത്തിന്റെ താഴെ ഇട്ട് കൊടുക്കും. അവിടെ ഇരുന്ന് ഒരു പടയാളിയുടെ കയ്യിലേക്ക് അവൻ എഴുതാൻ മഷിക്കുപ്പി കൈമാറി തൂലികയെടുത്ത് ആ വെളിച്ചത്തിലേക്ക് അവൻ എഴുതേണ്ട ബുക്കിന്റെ താളുകൾ നിവർത്തിപ്പിടിച്ച്, ചുരുളുകൾ നിവർത്തിപ്പിടിച്ച് ആ കല്ലിലോട്ട് കയറി നിന്ന് ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് പൗലോസ് ലേഖനം എഴുതി. ഇന്നിവിടെ ഇരുന്ന് കേൾക്കുന്ന ദൈവജനം അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈ ലേഖനം എഴുതി കിട്ടിയത് യേശുവിടെ തണുത്ത മുറിക്കകത്തിരുന്നല്ല, പകരം ആമെ കടുത്ത കഠോരമായ കാരാഗൃഹത്തിനകത്ത് നിന്ന് വെളിയിൽ വന്ന ലേഖനമാണ് തിരുസഭയ്ക്ക് കൈമാറിയത്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഇനി അടുത്ത ചരിത്രം കേൾക്കണോ? പൗലോസ് നീച്ചപുത്രനായ തിമോത്തിയോസോട് പറയും, മോനെ തിമോത്തിയോസേ, വേഗം വരണം കേട്ടോ, തണുപ്പ് വരുന്നുണ്ട്, തണുപ്പ് വരുന്നുണ്ട്. കാരാഗൃഹത്തിൽ തണുത്ത് വിറക്കിയ കുഞ്ഞെ, നീ പോരുമ്പോൾ 2 സാധനം കൊണ്ടുവരണം. ഒന്ന്, കാമൻ കൊറിക്കാൻ വല്ലതും ഉണ്ടല്ല, അടുത്ത ബേക്കറിന്ന്, ബെസ്റ്റ് ബേക്കറിന്ന് കിട്ടുന്ന എന്തെങ്കിലും കൊറിക്കാൻ കൊണ്ടുവരാനല്ല പൗലോസ് പറഞ്ഞത്. മോനെ, എന്റെ സർമ്മലിഖിതവും പിന്നെ ആ പുതപ്പം ഒന്ന് കൊണ്ടുവരണം. എന്തിനാന്നറിയോ?
അനവധി കപ്പലിന്റെ ഉടമസ്ഥൻ, അനവധി കപ്പലുകളുടെ ഉടയനായവൻ ഒരു പുതപ്പിന് വേണ്ടി ഇത് കാരാഗ്രഹത്തിൽ യാചിക്കുക. വരുമ്പോൾ ഒരു പുതപ്പ് കൊണ്ടുവരണം. അവൻ ലെറ്റർ കിട്ടിയ തിമോത്തിയോസ് ഇത് ഓട്ടം ആരംഭിച്ചു. അവൻ ഏകദേശം 26 മൈൽ താണ്ടി പൗലോസ് തിമോത്തിയോസ് റോമൻ കാരാഗ്രഹത്തിലേക്ക് ഓടുക. അവൻ ഒരു കയ്യില് പുതപ്പും മറുകയിൽ ചർമ്മലിഖിതം പിടിച്ച് കാരാഗ്രഹം ലക്ഷ്യമാക്കി ഓടി. തിമോത്തിയോസ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മധ്യാഹ്ന സമയമായപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിക്കലെത്തി. പാറാവകനോട് പറയുന്നു, സാർ എന്നെ ഒന്ന് കടത്തിവിടണം. എന്തിനാ? എനിക്ക് ജയിലിൽ കിടക്കുന്ന പോളിനെ ഒന്ന് കാണണം, പൗലോസിനെ ഒന്ന് കാണണം. ആരാണ് പൗലോസ്? നിന്റെ ആരാ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ പിതാവാണ്, എന്റെ അപ്പനാ. അപ്പൊ ചോദിച്ചു, നീ ആരാ? എന്റെ പേര് തിമോത്തിയോസ്. ചരിത്രം പറയുന്ന ഒരു ഏട് നിങ്ങളൊന്ന് മാറിയിട്ട് ഞാൻ വേഗത്തിൽ വരാം. ആ പാറാവുകാരൻ പറഞ്ഞ ഒരു ഭാഗം എവിടെയോ വായിച്ച ഒരു ബുക്കിനകത്ത് ഓർമ്മ വരുന്നു. ആ പാറാവൻ ചോദിക്കുകയാണോ, നിന്റെ പേരാണോ തിമോത്തിയോസ്? നീയാണോ തിമോത്തിയോസ്? അതെ സാറേ, ഞാനാ തിമോത്തിയോസ്. സാറിന് എന്നെ അറിയാമോ? എനിക്കറിയത്തില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ ആ തടവറയുടെ ചുറ്റും ഞാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ആ തടവറക്കകത്തുനിന്ന് എനിക്കൊരു ശബ്ദം കേൾക്കാമായിരുന്നു. സ്വർഗത്തിലെ ദൈവമേ, ആ യൗവനക്കാരനായ തിമോത്തിയോസിനെ ദൈവം സൂക്ഷിക്കണമേ. അവന്റെ യൗവനമാരും തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും അവൻ ശക്തനായി അവന്റെ ഉപദേശത്തെയും അവനെയും സൂക്ഷിക്കാൻ ദൈവം സൂക്ഷിക്കും. പൗലോസ് പ്രാർത്ഥിച്ച തിമോത്തിയോസ്, നീയാണോ? അതെ, ഞാൻ തന്നെയാണ്, എന്നെ കേട്ടുവിട്. അടുത്ത ഭാഗം കേൾക്കണം. അവൻ ഉടനെ പറവകാരൻ പറയാ, സോറി മോനെ, സോറി, ക്ഷമിക്കണം. എന്നെ പറ്റിയെന്നറിയാമോ? ഇന്നലെ വൈകിട്ട് ഏകദേശം 3-നും 4-നും ഇടക്ക് ഇവിടത്തെ പൊതു മാർക്കറ്റിൽ വെച്ച്, പൊതുചന്ത സ്ഥലത്ത് വെച്ച് നീ പറയുന്ന നിന്റെ അപ്പനുണ്ടല്ലോ, അവനെ കൈകൾ രണ്ടും പുറകോട്ടി കെട്ടി കടുത്ത തുണി അവന്റെ തലയിലിട്ട് ഒരു കല്ലുരുട്ടി കൊണ്ടുവന്ന് വെച്ച് ആ കല്ലിലേക്ക് തല വെച്ച് ആരാച്ചാരിനെ മിന്നിത്തിളങ്ങുന്ന ആ വാളുണ്ടല്ലോ അവന്റെ തലയിൽ വീണു. അവന്റെ തല വെട്ടി മാറ്റി. ഹല്ലേലൂയ. ഇത് കേട്ട മാത്രയിൽ തിമോത്തിയോസിന്റെ കയ്യിലിരുന്ന പുതപ്പും ചുരുളും എല്ലാം താഴെ വീണു. ദൈവ പൈതലേ, ഇന്ന് ആ ദൈവദാസനും അവർ തമ്മിലുള്ള ആത്മീയ ബന്ധം ഒരപ്പനും മകനും തമ്മിലുള്ള ബന്ധമാ. ആ തിമോത്തിയോസിനോട് പൗലോസ് പറയാ, കുഞ്ഞെ, എനിക്ക് നിന്നിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നിനക്കൊരു ലേഖനം എഴുതുന്നു. എന്താണെന്നറിയാമോ? എല്ലാവരുടെയും വിളിയല്ല കുഞ്ഞെ നിന്റെ വിളി. എല്ലാവരെ പോലെ നീ ജീവിക്കരുത്. നിന്റെ വിളി സ്പെഷ്യലാ. നിന്റെ അധ്വാനം വ്യക്തിപരമാ. കരമടിച്ച് ദൈവത്തെ വന്ന് സ്തുതിച്ച് പൗലോസ് പറയാ, കുഞ്ഞ്, എല്ലാവരെ പോലെ തമാശ കളിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഈ സഭയെ നോക്കി ദൈവം പറയുക, എല്ലാ സഭയെ പോലെയുള്ള ഒരു വിളിയല്ല ഈ സഭയുടെ വിളി. ഈ സഭയുടെ വിളി വ്യത്യസ്തമാണ്. അമ്മേ, ഇന്ന് പകൽ വളരെ ഗൗരവത്തോടെയാ ഞാൻ ഈ മെസ്സേജ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണോ. നിങ്ങളുടെ വിളി നിങ്ങൾ തെരഞ്ഞെടുക്കണോ. പൗലോസ് പറയുക, കുഞ്ഞേ, എനിക്ക് നിന്നോട് പറയാനുള്ളത് നിന്റെ വിളി എന്തെന്ന് നീ മനസ്സിലാക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവദാസിമാരെ, നിങ്ങളുടെ വിളി എന്തെന്ന് ഇന്ന് രാത്രി പകൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ആരാധന സ്റ്റൈല് മാറും. അതിന് ഹല്ലേലൂയ പോരല്ലോ. ഞാൻ ഒന്നുകൂടി പറയാ, നിങ്ങളുടെ വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഹല്ലേലൂയക്ക് വ്യത്യാസം വരും. നിങ്ങളുടെ വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ കുഞ്ഞെ നിന്റെ പ്രസംഗത്തിന് വ്യത്യാസം വരും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. ഞാൻ ആ ഭാഗം പറയുമ്പോൾ മറ്റൊരു ഭാഗം പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെടുന്നു. ഈ രണ്ട് ലേഖനമാ കൊരിന്തി സഭയ്ക്ക് എഴുതിയത്. ഒന്നാമത്തെ ലേഖനം പൗലോസ് എഴുതി. 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ പൗലോസ് എഴുതിയത് ആ സഭയെ കുറിച്ച് ചിലത് കേട്ടു. ആ സഭയെ കുറിച്ച് ചിലത് കേട്ടു. എന്താ കേട്ടത്? ആദ്യം കേട്ടത് ആത്മീകം, പിന്നെ കേട്ടത് ഭൗതികം, മൂന്നാമത് കേട്ടത് ജഡീകം. ആദ്യം കേട്ടത് ഒരു കൃപാവരത്തിനും
കുറവില്ലാത്ത സഭ. രണ്ടാമത് കേട്ടത് ക്രിസ്തുവിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി, അവന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന സഭ. എന്നാൽ അടുത്ത വാക്യം പറയുന്നു, നിങ്ങളുടെ ഇടയിൽ വിഭിന്ന അഭിപ്രായമുണ്ടവരെന്ന് ഞാൻ അറിയുന്നു, വിവിധ കക്ഷിത്വമുള്ളവരുണ്ടെന്ന് അറിയുന്നു. ഇത് കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ എനിക്ക് നിങ്ങളോട് ആത്മീകരോടെന്നതുപോലെ അല്ല, ജഡീകന്മാരോടെന്നതുപോലെ അത്രേ ഇടപെടാനുള്ളത്. അങ്ങനെ 6 അധ്യായം കേട്ടതിന്റെ വെളിച്ചത്തിൽ പൗലോസ് എഴുതി. എന്നാൽ 7-ാം അധ്യായം തുടങ്ങി പൗലോസിനോട് ചിലത് എഴുതി ചോദിച്ചു. ഞങ്ങൾ ശ്വാസം മുട്ടി ചത്തതിനെ എന്ത് ചെയ്യണം? തിരുമേശ എങ്ങനെയായിരിക്കണം? സഭയിലെ നടപ്പ് എങ്ങനെയായിരിക്കണം? അതിന്റെ മറുപടിയായി 7 മുതലുള്ളതും 2 കൊരിന്ത്യർ ലേഖനവും. അത് വിട്ടേക്ക്. പക്ഷെ 1:26 വന്നപ്പോ പൗലോസ് പറയാ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കിവിൻ. മനസ്സിലായോ? നിങ്ങളുടെ അകത്തെ പ്രശ്നത്തിന് കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ വിളി അറിയാത്തത് കൊണ്ട്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. കുഞ്ഞേ, നിന്റെ വിളി എന്തെന്ന് മനസ്സിലായാൽ അനാവശ്യമായ ഒരു കാര്യത്തിൽ നീ ഇടപെടത്തില്ല. നിന്റെ വിളി മനസ്സിലായാൽ ആവശ്യമില്ലാത്തൊരു കൂട്ടുകെട്ടത്തിനകത്ത് നീ പെടത്തില്ല. നിന്റെ വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് നീ കൈ കൊടുക്കത്തില്ല. ഇന്ന് വക ദൈവസഭ തിരിച്ചറിയണോ, എല്ലാരും പോലെയല്ല നിന്നെ വിളിച്ചത്. കുറ്റം പറയുന്നവൻ കുറ്റം പറയട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നിന്റെ വിളി എന്തെന്ന് തിരിച്ചറിയുന്ന ദൈവജനം ഇന്ന് വക ദൈവത്തെ ആരാധിച്ചേ. ഞാൻ ഇന്ന് ഒരു ദൂതയും കൂടെ പറയാം കേട്ടോ. ആമേൻ. വേദപുസ്തകത്തിലെ ഒരു പറ്റം അപ്പന്മാർ മോശയ്ക്ക് വിരോധമായി എഴുന്നേറ്റു. മോശയ്ക്കും ദൈവത്തിനും വിരോധമായി എഴുന്നേറ്റു. എന്നാൽ അവന്മാർ എല്ലാം ഭൂമി പിളർന്നു, ഭൂമി ആമേൻ അവരെ വിഴുങ്ങിയപ്പോൾ തലമുറ തീരുമാനമെടുത്തു, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. മനസ്സിലായില്ലല്ലേ? അപ്പന്മാർക്ക് തിരുനിവാസത്തിന്റെ മനോഹാരിത കാണാൻ കഴിയാതെ പോയപ്പോൾ അടുത്തൊരു ജനറേഷൻ എഴുന്നേറ്റു. ആ തലമുറ ദൈവത്തിന്റെ തിരുനിവാസം അത് മനോഹരമായി കണ്ടു. കരമടിച്ചു ദൈവത്തെ വന്ന് സ്തുതിച്ചേ. ഇന്ന് വക ദൈവം നിന്നെ വിളിച്ചത് പിതാക്കന്മാരുടെ ശാപത്തിന്റെ നിലയിൽ പോകാനല്ല, പുത്രന്മാരുടെ ഒരു പുതിയ തലമുറ, വിളിയുള്ള ഒരു തലമുറ, അഭിഷേകമുള്ള ഒരു തലമുറ, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ പുറത്തു വരാൻ. ആമേൻ. ഒന്ന് ഹല്ലേലൂയ പറയാമോ? ആമേൻ. സ്തോത്ര. നിങ്ങളെപ്പോലെ ഒത്തിരി വിദ്യാഭ്യാസമോ കാര്യമോ ഒന്നുമില്ലെങ്കിലും രക്ഷിക്കപ്പെട്ടു വന്നതിൻ്റെ 3-ാമത്തെ മാസം എനിക്കെൻ്റെ വിളി മനസ്സിലായി. അതുകൊണ്ട് ചർച്ചിൻ്റെ ഒരു കമ്മിറ്റിക്കകത്തും ഞാൻ കയറിയില്ല, ചർച്ചിൻ്റെ ഒരു പൊളിറ്റിക്കലിനകത്തും കയറിയില്ല, ചർച്ചിൻ്റെ ഒരെണ്ണത്തിനകത്തും കയറിയില്ല. ഞാനും ഒരു സെൻട്രൽ പാഷ, ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൻ്റെ ഒരു സെൻട്രൽ പാഷ ആയിരുന്നു. എന്നാലേ ആ കുപ്പായമൊക്കെ ഊരി കയ്യിലോട്ട് കൊടുത്തിട്ട്, അച്ഛാ ഈ ഉടുപ്പ് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. എന്നാന്നറിയാമോ? ആവശ്യമില്ലാത്ത ചിലടത്ത് തലേ കയറ്റി വെച്ച് വിളിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന് വിളിയെ സൂക്ഷിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. 10,000-ത്തിലധികം ചർച്ച് വരുന്ന ആ ചർച്ചിന്റെ പ്രസ്ഥാനത്തിനകത്ത് പലരും കോട്ട് തയ്പ്പിച്ച് സെൻട്രൽ പ്രസാകന്മാർ ആകാൻ പലരും ചുബ തയ്പ്പിച്ച് വെച്ചിരിക്കുമ്പോൾ 32-ാമത്തെ വയസ്സിൽ സെൻട്രൽ പ്രസായി എന്നെ മാറ്റിയപ്പോൾ കേവലം 4 വർഷം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞ്, എടാ ഈ ഉടുപ്പ് പറ്റില്ലടാ, ഈ ഉടുപ്പ് മാറ്റി കൊടുക്കാൻ അവൻ ഊരിക്കൊടുത്ത് ദൈവം വിളിച്ച വിളിക്കനുസരിച്ച് മുന്നേറി. ഇന്ന് കസേരയാണ് നീ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്നെങ്കിൽ ഇരുന്നോ, ആയുഷ്കാലം മുഴുവൻ ഇരിക്കാം. ഇന്ന് പകരം കസേര എറിഞ്ഞു കളഞ്ഞിട്ട് വിളിച്ച വിളിക്കനുസരിച്ച് ഒരുത്തൻ ചലിക്കാൻ തുടങ്ങിയ സഹോദരൻ, നിന്റെ നിലവാരം മാറും. കുഞ്ഞാൻ, നിന്റെ നിലവാരം മാറും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞാന് ചിലതൊക്കെ പറയാൻ നിർബന്ധിക്കപ്പെടുന്നു. ഈ അധികാരമുണ്ടല്ലോ, അധികാരം ഇതൊരു പൈശാചികമാകട്ടോ. കുറച്ച് ദിവസം നിങ്ങളൊരു ലീഡറായി പോയാൽ, ആ സ്ഥാനത്തൊന്ന് ഒരു വശം നിങ്ങളെ മാറ്റിയാൽ നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല, നിങ്ങൾ അസ്വസ്ഥമാകും, നിങ്ങൾ വല്ലാണ്ടങ്ങ് അസ്വസ്ഥപ്പെടും. എന്താ കാര്യം എന്നറിയാമോ? അവൻ ഇരുന്ന 4 വർഷത്തെ ലീഡർഷിപ്പ് നിങ്ങളുടെ ഹൃദയത്തെ വിട്ട് നിങ്ങളുടെ തലച്ചോറി കയറി. ഒരെണ്ണം അതിന് നിൽക്കരുത്. എന്ന് മാറിയാലും വിളിച്ച വിളിക്കനുസരിച്ച് ഇന്ന് പകൽ നീങ്ങാൻ ദൈവകൃപയിൽ ഏൽപ്പിച്ചുകൊണ്ട് എത്ര പേര് പറയോ, ദൈവദാസന് എന്റെ വിളിക്കനുസരിച്ച് ഞാൻ ഇന്ന് പകൽ മുന്നേറാൻ പോകുക. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. കരമടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഇതൊരു ഭയങ്കര കാര്യമെന്നേ. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. 85 വയസ്സ് കഴിഞ്ഞിട്ടും ചില ആളുകൾ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന കണ്ടില്ലേ കേരളത്തിൽ? ഇതങ്ങ് തലക്ക് പിടിച്ചു. ഒരു ദൂത പറയാ, ആമൻ അധികാരത്തിന്റെ പേരിൽ ഈ ലോകത്തിന്റെ പല അധികാരികളും വിളി കഴിഞ്ഞിട്ടും അതിൽ കെട്ടി തൂങ്ങിക്കിടക്കുമ്പോൾ ആത്മാവ് ഞാൻ പറയാ, വിളി തീരുന്നത് വരെ ആ വിളിക്കനുസരിച്ച് നിന്നോ. 30 അല്ല 60 അല്ല, ഒരു 100 മേരിയുടെ വിളവിലേക്ക് ദൈവസഭയെ കൊണ്ടുവരാൻ വിളിക്കപ്പെട്ട ചിലതിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ആമേൻ. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. എന്റെ ഉള്ളം സന്തോഷം കൊണ്ടൊന്നറിയുക. നമ്മുടെ വിളി മനസ്സിലാക്കണം. ഈ വിളി മനസ്സിലാക്കിയാലുണ്ടല്ലോ ഒരു പരിപാടിക്ക് നിൽക്കത്തില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് പറയാ, സഹോദരിമാരെ, നിങ്ങളുടെ വിളി മനസ്സിലാക്കി നിങ്ങൾ മുന്നേറിയാൽ ഒരു ദുഷ്ടനും നിങ്ങളെ തൊടത്തില്ല. ആമേൻ. ഇതിന്റെ കുഴപ്പം എന്താണെന്നറിയോ? ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്നാൽ എൻ്റെ വീടിന്റെ തൊട്ടടുത്തൊരു കലിങ്കുണ്ട്. ഈ കലിങ്ക് പബ്ലിക് കലിങ്ക്. ആമൻ. 7 മണി തൊട്ട് രാത്രി 12 മണി വരെ ആ കലിങ്കിൽ കാണും. ആരെങ്കിലും എന്നെ തേടി വന്നാൽ കൂട്ടുകാരോട് പറയും അവന് കലിങ്കെ കാണും. പക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എന്റെ വിളി മാറി, ഇനി കലിങ്കല്ല എനിക്ക്. സ്വത്രം. ആമേൻ. ഞായറാഴ്ചത്തെ കൂട്ടായ്മയും ആമേൻ വെള്ളമടിയും കഞ്ചാവും ഇതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്റെ വിളി ഇതല്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അന്ന് മുതൽ ചിലതൊക്കെ ചലിക്കാൻ തുടങ്ങി. ഒരു ആമേൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണെങ്കിലേ ഇന്ന് ഒറ്റ ദൂത്, സഹോദര, നിന്റെ വിളി മനസ്സിലാക്കിയാൽ ഇന്ന് കൂട് പൊളിച്ച് നീ വെളി വരും. ആമേൻ. ഭാരതത്തിലെ ദൈവസഭ ഇങ്ങനെ അടിച്ചു കയറി വരുമ്പോ അവിടെ ഇവിടെയൊക്കെ കൂട്ട സ്നാനം, ആളുകൾ രക്ഷിക്കപ്പെടുന്നു, ആളുകൾ വിടിവിക്കപ്പെടുന്നു. ആകപ്പാടെ പ്രശ്നം. അന്നത്തെ ഹോം മിനിസ്റ്ററായ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തന്റെ ചെവിയിൽ ഒരു കേൾവി കേട്ടു. എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, എന്നാ ചെയ്യുന്നേ? പുള്ളി പറഞ്ഞു, എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട, ഞാനിതൊന്ന് പഠിച്ചോട്ടെ, ഞാനിതൊന്ന് വായിച്ചോട്ടെ, ഈ ചരിത്രം ഒന്ന് നോക്കട്ടെ. അങ്ങനെ പ്രൈം മിനിസ്റ്റർ ചരിത്രമൊക്കെ പഠിച്ചിട്ട് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു. കേട്ടവർക്കായി സ്തോത്രം, കേൾക്കാത്തവർക്ക് ഒന്നുകൂടി കേൾക്കാം. എന്നാ സ്റ്റേറ്റ്മെന്റ് എന്നറിയോ? ഇവരെ ഉണർത്തരുത്, ഇത് ഉറങ്ങുന്ന സിംഹമാണ്. ഹല്ലേലൂയ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറയുക, ഇവരാരാന്നറിയോ? ഇവർ ഉറങ്ങുന്ന സിംഹമാ, അവർ ഉറങ്ങിക്കോട്ടെ. ഒന്നാമത്തെ വിളി. പ്രൈം മിനിസ്റ്റർ പറയുക, ഇവർ സിംഹമാന്ന്. എങ്ങനെയുള്ള സിംഹം? ഉറങ്ങുന്ന സിംഹമാന്ന്. ഈ 4ാമത്തെ പകൽ ആ സിംഹം എന്നെ ഗർജിക്കാൻ പോകുക. ആ സിംഹമെന്ന് ഗർജിക്കാൻ പോകുക. ഇത് ഉറങ്ങാനുള്ള ഇന്ന് പകൽ എഴുന്നേക്കുന്ന ഒരു കൂട്ടമായി ദൈവം ഈ സഭയെ തീർക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇത് ഉറങ്ങുന്ന സിംഹമാ. നമ്മുടെ വിളി മനസ്സിലാവില്ല. നമുക്ക് നമ്മുടെ വിളി മനസ്സിലാക്കാത്തിടത്തോളം കാലം ദൈവം നമ്മിലൊന്നും ചെയ്യത്തില്ല. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് മഹാരാജാവ് ഒരിക്കൽ കൊട്ടാരത്തിന് മട്ടുപ്പാവി നിൽക്കുമ്പോ താൻ ഒരു കാഴ്ച കാണുകയാ. 12 വയസ്സുള്ള അലക്സാണ്ടർ എന്ന് പറയുന്ന കൊച്ചു പയ്യൻ ഇതാ കൊട്ടാരത്തിന്റെ വെളിയിൽ തെരുവ് കുഞ്ഞുങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലിപ്പ് രാജാവ് ഉടനെ വിളിച്ചു, അകത്ത് വരാൻ പറഞ്ഞു. അവനെ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മോനെ, 2 ചോദ്യം ഞാൻ ചോദിക്കും, മറുപടി തന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, നീ ആരാണ്?
രണ്ട്, നീ ആരാകാനുള്ളവനാ. ഒരു ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. രണ്ട് ചോദ്യത്തിന് ആൻസർ തന്നിട്ട് പോ. ഒന്ന്, നീ ആരാണ്? ആമേൻ. അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ രാജാവിന്റെ മകനാ. നമ്പർ 2, നീ ആരാകാനുള്ളവനാ? അടുത്ത രാജാവാകാനുള്ളവനാ. പൊക്കോളാൻ പറഞ്ഞു. അലക്സാണ്ടർ വെളിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഫിലിപ്പി വെച്ച് പോകുന്നില്ലേ. രാജാവിന് പറ്റിയ പണി അല്ല അത്. ഇന്ന് പകലിൽ നിന്റെ വിളി മനസ്സിലാക്കിയാൽ നിന്റെ ഇരിപ്പിന് ചേഞ്ച് വരും. നിന്റെ വിളി മനസ്സിലാക്കിയാൽ നിന്റെ സംസാരത്തിന് വ്യത്യാസം വരും. ആ കരമെന്നടിച്ച് ഇന്ന് പകലെന്ന് ആരാധിച്ചു പറ. ഈ പകൽ വിളി മനസ്സിലാക്കി ഒന്ന് സഭ മുന്നേറാൻ ദൈവകൃപ ഏറ്റെടുത്താട്ടെ. ദൈവ പൈതലേ, നിന്റെ വിളി എന്തെന്ന് മനസ്സിലാക്ക്. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഇന്ന് പകൽ ഉറപ്പാക്കുക. കരമടിച്ച ദൈവത്തിന് ശക്തിയോടെ ഒന്ന് നന്ദി പറയാൻ കഴിയുമോ? ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ആമേൻ ജനിക്കുന്നതിന് മുൻപ് എവിടെ ജനിക്കണമെന്ന് നാം അല്ല തീരുമാനിച്ചത്, ദൈവമാ തീരുമാനിച്ചത്, അല്ലേ? ആമേൻ. ഈ വേദപുസ്തക അടിസ്ഥാനത്തിൽ 2 ജനനം, 2 മരണം, 2 ഉയർത്തെഴുന്നേൽപ്പ്, അതിനോട് യോജിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറയാം. ഒന്നുകൂടി പറയാം. 2 ജനനം, 2 മരണം, 2 പുനരുത്ഥാനം. ഒരിക്കൽ ജനിച്ച നീ ആമേൻ മരിക്കണം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മൾ. അപ്പോൾ ഒരിക്കൽ ജനിച്ച നമ്മൾ, അതാ നിക്കോമോദീസോട് പറഞ്ഞത്. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കണം. അപ്പൊ ഒരിക്കൽ ജനിച്ച നമ്മൾ മരിക്കുന്നു, എന്നിട്ട് രണ്ടാമത് ജനിക്കുന്നു. അപ്പൊ 2 ജനനം, 2 മരണം, 2 പുനരുത്ഥാനം, അല്ലേ? സ്നാനത്തിൽ നാം അടയ്ക്കുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നാം എഴുന്നേറ്റ് വരുന്നു. എന്നാൽ ശരീരം കൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ നാം പുനരുത്ഥാന ശരീരം പ്രാപിക്കും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഓക്കെ. എന്നാലേ നാം ആദ്യത്തെ ജനനത്തിങ്കൽ എവിടെ ജനിക്കണമെന്ന് ഒരു ഓപ്ഷൻ ദൈവം നമുക്ക് തന്നില്ല. തന്നില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, പാസ്റ്റർ ബിജു, അല്ലെങ്കിൽ ആകുന്നതിന് മുമ്പേ നിനക്ക് എവിടെ ജനിക്കണമെന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ പറഞ്ഞേനെ, എനിക്ക് അംബാനിയുടെ മകനായിട്ട് ജനിച്ചാൽ മതിയെന്ന്, അല്ലേ? അപ്പൊ ഒന്നാമത്തെ ജനനത്തിന് ദൈവം എനിക്ക് എന്ത് തന്നില്ല? പറ. ഓപ്ഷൻ തന്നില്ല. എന്നാൽ രണ്ടാമതൊരു ജനനം ഞാൻ ജനിച്ചു. ഒരു ആമേൻ പറ. ആമ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനമെന്ന ആമൻ ഈ ബീജത്താൽ നീ വീണ്ടും ജനിച്ചപ്പോൾ നിന്റെ അന്തരാത്മാവിൽ അവൻ മുട്ടിക്കൊണ്ടിരുന്ന ഒരു ശബ്ദത്തിന് മുമ്പിൽ കരമുയർത്തി നാവുയർത്തി ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, യേശുവേ, അങ്ങന്റെ രക്ഷകൻ, അങ്ങന്റെ കർത്താവ്, അങ്ങന്റെ ദൈവം. അന്ന് നിങ്ങൾ യേശുവിനെ കർത്താവായി രക്ഷിതമായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ പേര് പുസ്തകത്തിൽ എഴുതുക മാത്രമല്ല, നിങ്ങൾ അവന്റെ മകനായി മകളായി മാറി. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദൂത് പറയുന്നു. എന്താണ്? നമ്മുടെ ജനനത്തിങ്കൽ ദൈവം നമ്മെ വിളിച്ചത് പുത്രത്വം തന്ന മകനായിട്ട് നമ്മെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഒറ്റ വാക്ക് പറയാം, 7 പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ കോളിംഗ് ഞാൻ വായിച്ച വാക്യത്തിനകത്തുണ്ട്. ആ 7 വിളി ഓടിച്ചു പറഞ്ഞ് സമയത്ത് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്തെ വിളി, തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, എന്റെ മകനെ, അല്ലെ? എന്റെ മകനെ. ആ വാക്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ വായിച്ചുകൊള്ളാം. എന്റെ മകനെ. അത് തിമോഥെയോസിനെ വിളിക്കുന്ന അക്ഷരാർത്ഥത്തിലെ പേരാണെങ്കിൽ ഞാൻ അതൊന്ന് ആത്മീയത്തിലെടുക്കുക. പൗലോസിന് തിമോഥെയോസ് ആമേൻ മകനാണ്. പക്ഷേ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും യേശുവിന്റെ മക്കളല്ലേ? ഒരു ഹല്ലേലൂയ പറ. ഒന്നാമത്തെ നമ്മുടെ മേൽ കിടക്കുന്ന വിളിയുടെ പ്രത്യേകത, ഞാൻ അവന്റെ മകനാണ്. ഞാൻ അവന്റെ മകളാണ്. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. ഞാൻ ആരാണ്? ഞാൻ അവന്റെ മകനാണ്. എന്താണ് വേദപുസ്തകം പറയുന്നത്? അവനെ കൈക്കൊണ്ട്, ബാക്കി നിങ്ങൾ പറ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകാൻ. എല്ലാവരും പറഞ്ഞേ, ദൈവ മക്കളാകാൻ അവൻ നമുക്ക് എന്ത് തന്നു? അധികാരം തന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഒന്നാമത്തെ വിളിയുടെ പ്രത്യേകത, അവൻ നമ്മെ ആരായിട്ട് മാറ്റി? മക്കളായിട്ട് മാറ്റി. റോമാലേഖനം പറയുന്നു, മക്കൾ എങ്കിൽ, പോരാ, ഉറക്കെ പറ, മക്കൾ എങ്കിൽ നമ്മൾ ആരാണ്? അവകാശികളാണ്. അടുത്ത വാക്യം, വാഗ്ദത്ത പ്രകാരം.
കൂട്ടവകാശികളാ. മക്കൾ മാത്രമല്ല, അവകാശിയാണ്. വാഗ്ദത്ത പ്രകാരം നാം കൂട്ടവകാശിയാണ്. ദൈവമക്കളെ, ഇന്നത്തെ വിളി ഒന്നാമത് നിങ്ങൾ നോക്കണം. നിങ്ങൾ യാചകരല്ല, നിങ്ങൾ യാചിക്കേണ്ടവരല്ല, നിങ്ങൾ ആടുമമ്മി ചോദിക്കേണ്ടവരല്ല. പകരം നിങ്ങളുടെ മേലൊരു പുത്രത്വം ഉണ്ടെങ്കിൽ ആ പുത്രത്വത്തിന്റെ അധികാരം ദൈവം നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്. ദൂത് തിരിച്ചറിഞ്ഞവർക്കായി സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ സഭയെ നോക്കി, നിങ്ങളെ നോക്കി പറയുന്നു, ഞാൻ യാചിക്കേണ്ടവനല്ല, ഞാൻ കൈ നീട്ടി തെറ്റേണ്ടവനല്ല. ആ പദം പറയുന്നത് കൊണ്ട് ക്ഷമിക്കണം. ഞാൻ യാചകനല്ല, യാചിക്കാൻ ഞാൻ ദരിദ്രനല്ല, എന്റെ അപ്പൻ സമ്പന്നനാ. ഓ പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിനകത്ത് എവിടെയാ പുത്രത്വം കിടക്കുന്നത്? പുത്രത്വം എവിടെയാ കിടക്കുന്നത്? പുത്രത്വം കിടക്കുന്ന എവിടെയാ? ദൈവമക്കളെ, പഴയ നിയമത്തിൽ പുത്രത്വം ഉണ്ടോ? ഉണ്ടോ? പഴയ നിയമത്തിൽ പുത്രത്വം ഉണ്ടോ? പറ. ഉണ്ടോ? ഇല്ല. പഴയ നിയമത്തിൽ പുത്രത്വമില്ല. ആമേൻ. വേദപുസ്തകം പഠിപ്പിക്കുന്ന 3 പുത്രത്വമുണ്ട്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് തിരുത്തണം. വേദപുസ്തകം പഠിപ്പിക്കുന്ന 3 പുത്രത്വമുണ്ട്. പഴയ നിയമത്തിൽ മകനാണ് എന്ന് ദൈവം പറഞ്ഞ ഒരാളോടേ ഉള്ളൂ. അതാരോടാന്നറിയോ? ഒരിക്കൽ ശലോമോനോട് ദൈവം പറഞ്ഞു, അവൻ എനിക്ക് മകനും ഞാൻ അവന് അപ്പനുമായിരിക്കും. അങ്ങനെ ഒരു പദം മാത്രമേ പഴയ നിയമത്തിനകത്തുള്ളൂ. എന്നാൽ നിങ്ങൾ പറഞ്ഞു പഴയ നിയമത്തിൽ പുത്രത്വമില്ല. പഴയ നിയമത്തിൽ പുത്രത്വമുണ്ട്. അത് തെളിയിച്ചിട്ട് നമുക്ക് അടുത്ത വാക്യത്തിൽ വരാം. 3 പുത്രത്വമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ പുത്രത്വം ഒന്നെടുത്താൽ നല്ലതാ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വേദവാക്യം. ലൂക്കോസ് 3:38. കൈനാൻ എനോസിന്റെ മകൻ. ഞാൻ വായിക്കാം. കൈനാൻ എനോസിന്റെ മകൻ, എനോസ് സേത്തിന്റെ മകൻ, സേത്ത് ആദാമിന്റെ മകൻ, ആദാം അവൻ ദൈവത്തിന്റെ മകൻ. അവന്റെ ഇംഗ്ലീഷ് വേണ്ടകത്ത് നോക്ക്, ദ സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മകൻ എന്ന് പറയപ്പെട്ട പഴയ നിയമത്തിലെ ഒറ്റ ഒരാളെ ഉള്ളൂ. അതാരാണ്? ആദാമാണ്. എന്റെ ഭാഗം ഞാനങ്ങ് തെളിയിച്ചു പറയാ. ദൈവത്തിന്റെ മകനായി ആദാം നിന്ന സമയം ആദാമിൽ വ്യാപരിച്ചൊരു അധികാരമുണ്ട്. അതാ ഇന്നത്തെ ചിന്താ വിഷയം. അവൻ ദൈവത്തിന്റെ പൈതലായി ആദാം നിന്നപ്പോൾ സകലത്തിനും അവൻ പേരിട്ടു, സകലതും അവന്റെ മുമ്പിൽ മുട്ടുമടക്കി. അങ്ങനെയാണെങ്കിൽ പുത്രത്വം നിങ്ങളുടെ മേൽ എപ്പോഴൊക്കെ നിഴലിട്ട് നിൽക്കുമോ അപ്പോഴല്ല പ്രകൃതി ശക്തി മാത്രമല്ല, ദൈവത്തിന്റെ സൃഷ്ടികൾ പോലെ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കിയേ പറ്റൂ. ഇന്ന് പകൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു അധികാരത്തിന്റെ കൈമാറ്റം ദൈവസഭ ഏറ്റെടുക്കാൻ പോകുക. അങ്ങനെ ഒരു അധികാരം ഇന്ന് പകൽ ദൈവസഭ ഏറ്റെടുക്കണം. യെസ്, ഇന്നത്തെ മീറ്റിംഗിനകത്ത് എന്റെ മേൽ ഒരു അധികാരം വേണമെന്നോ ആഗ്രഹിക്കുന്ന സഹോദരിമാർ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചു പറ. യെസ്, എന്റെ മേൽ അധികാരം വേണം. ഇന്ന് പകലിൽ ഇന്നലെ മെസ്സേജ് ഇന്നലെ വന്നവർക്കറിയാം, കർത്താവ് ഒരു വെളിപ്പാട് തന്നു, ചിലത് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ പറയാ, ഇന്നലകളിൽ എവിടെയൊക്കെയോ നിനക്ക് കൈമോശം വന്നുപോയ ഒരധികാരം ദൈവം ഇതാ നിന്റെ മേൽ മടക്കി തരാൻ പോകുക. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഒരധികാരത്തിന്റെ കൈമാറ്റം. ഒന്നാമത്തെ പുത്രൻ, ദ സൺ ഓഫ് ഗോഡ്, ആദാമാണ് ദൈവത്തിന്റെ മകൻ. എന്റെ ചിന്ത, ഈ ആദാമിൽ വ്യാപരിച്ച ഒരധികാരമില്ലേ അഭിഷിക്തനെ? അല്ലേ? അവൻ കളഞ്ഞു കുളിച്ചതല്ലേ? അവൻ കളഞ്ഞു കുളിച്ചതല്ലേ? ഇത് രണ്ടാമത്തെ സൺ ഓഫ് ഗോഡ്. അവൻ എവിടെയുണ്ട്? അവൻ യോഹന്നാൻ 3:16. അവൻ തന്റെ ഏകജാതനായ പുത്രൻ. ഒരാമേൻ പറ. തന്റെ ഏകജാതനായ പുത്രൻ. അല്ലേ? 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രൻ. മോനെ, വേദപുസ്തകത്തിലെ 2-ാമത്തെ പുത്രൻ. പക്ഷെ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1-ാമത്തെ പുത്രനിൽ വ്യാപരിച്ച അധികാരം അവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ 2-ാമത്തെ പുത്രനിൽ അത് ചലിക്കാൻ തുടങ്ങി. ഓ
ഹല്ലേലൂയ. ഞാന് റെഫറൻസ് തരാൻ സമയമില്ല. ഒന്നാമത്തെ പുത്രനായ ആദാം അധികാരം നഷ്ടപ്പെടുത്തി കളഞ്ഞു കുളിച്ചപ്പോൾ ഇതാ വേദപുസ്തക ഭാഷയിൽ ഒടുക്കത്തെ ആദാം അല്ലേ? ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ ആദാം. ഒന്നാമത്തെ ആദാം ഈ അധികാരം നഷ്ടപ്പെടുത്തിയപ്പോൾ ഇത് രണ്ടാമത്തെ ആദാം ആലയത്തിനകത്ത് നിൽക്കുക. ഒരു ഹല്ലേലൂയ പറ. ആലയത്തിനകത്ത് പ്രസംഗിക്കുമ്പോൾ ഭൂതം അലറി വിളിച്ചു. യേശു പറയുന്നു, അശുദ്ധാത്മാവേ പുറപ്പെട്ടു പോ. ഒരു ഹല്ലേലൂയ പറ. ഇന്ന് ഒരു പകൽ അധികാരം ഏറ്റെടുക്കേണ്ടവർ ഈ വചനത്തിന് മുമ്പിൽ അധികാരം ഏറ്റെടു. ദൈവം നിന്റെ മേൽ അത് പകരാൻ പോകുക. ഇന്നത്തെ മീറ്റിംഗിൽ ഓൺലൈനിലൂടെ ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് അവൻ പ്രവചിച്ചുകൊണ്ട് പറയുക, നീ ഇരിക്കുന്ന മുറിക്കകത്ത് ഒരധികാരം ദൈവം കൈമാറാൻ പോകുക. ഒരു അതോറിറ്റി ദൈവം കൈമാറുക. അഭിഷിക്തമേ, ഒരു വാക്കിന്റെ ഉള്ളത്തിൽ ഇങ്ങനെ വരിക, യേശുവിന്റെ ഉപദേശവും യേശുവിൽ വ്യാപരിച്ച അധികാരവും കണ്ടിട്ട് കുറച്ചുപേര് പറയുക, നമ്മുടെ ശാസ്ത്രിമാരെ പോലെയല്ല, നമ്മുടെ പരീശന്മാരെ പോലെയല്ല, നമ്മുടെ പുരോഹിതന്മാരെ പോലെയുമല്ല. അവന്റെ വാക്ക് അധികാരത്തോടും ശക്തിയോടുമാണ്. ഇന്ന് രാത്രി ഇന്ന് പകൽ വേളയിൽ അത് ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. ആ പുറപ്പെടുക എന്ന വാക്കിനകത്ത് ഒരു ഇംപാർട്ടേഷൻ കിടപ്പുണ്ട്. പുറപ്പെടുക എന്ന വാക്കിനകത്ത് ഒരു ആത്മപകർച്ച കിടപ്പുണ്ട്. ബാംഗ്ലൂർ ചർച്ച് ഈ 4ാമത്തെ ദിവസം ആ അധികാരം ഏറ്റെടു. ഇന്ന് പകൽ ഇതിനകത്ത് വന്ന് നിന്റെ മേൽ അധികാരം അത്താടി വെച്ച് അവൻ ദൈവദാസൻ ഒന്ന് ഓടി മുന്നോട്ട് വന്നേ, ഓടി മുന്നോട്ട് വാ. ഈ പകൽ വേളയിൽ അധികാരത്തിന്റെ കൈമാറ്റ അഭിഷേകം നിന്റെ മേൽ ദൈവ പകരാൻ പോകുക. ഇന്ന് പകരാൻ പോകുക. ദൈവ പകരാൻ പോകുക. ഈ വചനം നിന്റെ അകത്ത് ദൈവ കത്തിക്കുക. എല്ലാരും പ്രാർത്ഥിച്ചോ. എനിക്കറിയാം അസാന്നിധ്യം ചലിക്കാൻ തുടങ്ങിയാൽ ഇന്ന് പകൽ നീ എഴുന്നേൽക്കുന്നത്, നീ വചനം പറയുന്നത്, ആ പുറകിലിരിക്കുന്ന ദേദാസനമേ, ഈ പകൽ ആ നീല ഷർട്ടിട്ടിരിക്കുന്ന ബ്ലൂ എഴുന്നേറ്റ് നിങ്ങളുടെ മേൽ അധികാരം വ്യാപരിക്കുക. എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ വാക്കിന്റെ മേൽ, നിന്റെ ശബ്ദത്തിന്റെ മേൽ ഒരധികാരം ഇന്ന് പകൽ ദൈവം കൈമാറുകയോ. പ്രാപിച്ചേ പോകാവൂ. ഇന്ന് രാത്രി നീ എന്തിനു വേണ്ടിയാണോ വന്നത് അത് നിന്റെ മേൽ പകരും. എനിക്കറിയില്ല, കർത്താവ് എന്നോട് പറയുന്നു, ഇത് വെറും വാക്കല്ല. ഈ പുസ്തകം അത് പറയുന്നെങ്കിൽ ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുന്നു. ആമേൻ. മറ്റുള്ളവരുടെ മേൽ വ്യാപരിച്ചതിനേക്കാൾ അധികം ദൈവകൃപ ഈ ആലയത്തിന് നടുവിൽ എന്റെ ദൈവം പകരുകയാ. കർത്താവിന് സ്വതന്ത്രം പറ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിച്ചിരിക്കുന്ന ഏവർക്കും പറമക്കളെ ദൈവമക്കളാകാൻ അവൻ എന്തു കൊടുത്തു? അങ്ങനെയാണ് 3ാമത്തെ വേദപുസ്തകത്തിലെ മകൻ ആരാന്നറിയോ? പറ. തന്റെ ഇടമുള്ളവര് പറ. വേദപുസ്തകത്തിലെ 3ാമത്തെ പുത്രൻ അയൽപക്കക്കാരനല്ല, ഞാനാന്ന് പറയുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ ആദാമിൽ വ്യാപരിച്ചത്, അവ ക്രിസ്തുവിൽ വ്യാപരിച്ചത്, അതിന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുക. എനിക്കറിയത്തില്ല, ദൈവം പറയുന്നു, അത് നിന്റെ മേൽ വ്യാപരിക്കുക. അത് നിന്റെ മേൽ വ്യാപരിക്കും. യെസ്, ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് പറയാ, അത് നിന്റെ മേൽ വ്യാപരിക്കും. അധികാരത്തിന്റെ കൈമാറ്റം ഈ പകൽ പ്രാപിച്ചോ. അതിശക്തമായ ഒരധികാരത്തിന്റെ കൈ പ്രാപിച്ചോ. ഈ പകൽ ദൈവം നിന്നെ അത് ഏൽപ്പിക്കുക. ദൈവം കുഞ്ഞ് നിന്റെ മേൽ ഏൽപ്പിക്കുക. അധികാരം നിന്റെ മേൽ. പ്രാപിച്ചോ.
ആത്മാവിൽ ആരാധിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. അന്യഭാഷ പ്രദർശന, അന്യഭാഷയിൽ ആരാധിച്ചോ. ഒരു വലിയ കൈമാറ്റ, ഒരധികാരത്തിന്റെ കൈമാറ്റ ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ പകരുകയാ, പകരുകയാ, പകരുകയാ. ദുർഭൂതങ്ങളുടെ മേൽ Jesus, 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 Jesus. Oh, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. പുത്തൻ അഭിഷേക, പുത്തൻ അഭിഷേക, പൊട്ടേണ്ടത് പൊട്ട. Yes, the fire, the fire, the fire. Oh, ദൈവശക്തി, 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 ദൈവ സാന്നിധ്യം, ദൈവ മഹത്വം ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ ഒരളവട്ട വലിപ്പ് ഇന്ന് പകൽ ഇതിന് നടുവിൽ വ്യാപരിക്കുന്നു, വ്യാപരിക്കുന്നു. ഒരധികാരത്തിന്റെ കൈമാറ്റ, വചനത്തിന്റെ അധികാരം ഇന്ന് പകൽ ഏറ്റെടുക്കുക. ഞാന് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഒന്നേ കേറ്റി പറയാച്ച, അത് പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്നു. 30 വയസ്സുവരെ ആശാരി ചെറുക്കനാ അല്ലേ, ഒരു അല്ലെന്ന് പറഞ്ഞേ. എന്നോട് ക്ഷമിക്കണേ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് തിരുത്തണേ. ജോസഫിന്റെ കൂടെ ആശാരിപ്പണിക്ക് നടന്ന ഈ യേശുപ്പച്ചൻ ഒരൊറ്റ വീട്ടിൽ ചെന്നിട്ടും ഭൂതമിളകിയ ചരിത്രം പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. 12-ാമത്തെ വയസ്സിൽ ആലയത്തിച്ചെന്നു പരീശന്മാരുടെ ന്യായശാസ്ത്രിയുടെ മുമ്പിൽ ഇരുന്ന് വചനം പറഞ്ഞെന്നുണ്ട് അല്ലേ. ആ 30 വയസ്സ് വരെ ഒരു വീട്ടിൽ ചെന്നിട്ടും യേശു ദുർഭൂതത്തെ പുറത്താക്കിയിട്ടില്ല, വെളിപ്പെട്ടുമില്ല. എന്നാലേ ലോകം മുഴുവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവൻ ആർ? മറിയയുടെ സന്തതി അല്ലേ, തള്ളിക്കളഞ്ഞ കല്ല് എന്നൊക്കെ ചോദിച്ച ഇവൻ അപ്പനില്ലേ? മറിയയുടെ സന്തതി എന്നല്ലേ അറിയുന്നേ. ജോസഫ് മിണ്ടാതിരിക്കുക, ജോസഫിന് മറുപടിയില്ല. കാരണം ജോസഫ് കൈയൊഴി നിൽക്കുക, എൻ്റെ മകനല്ല, എൻ്റെ മകനല്ല. പകരം ഇത് ആത്മാവിൽ രജമൻ പുറത്തു വന്നതാ, ഇത് മറിയയുടെ സന്തതിയാ. സ്വർഗം 30 വർഷം സൈലന്റ് ആയിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇതിനകത്തുനിന്നൊരു ദൂത പറയാം. സ്വർഗം എവിടെയെങ്കിലും സൈലന്റ് ആയിട്ടുണ്ടെങ്കിൽ ആമേൻ, ആ സൈലന്റിന്റെ പുറകിൽ ഒരു ഭയങ്കര വിടുതൽ ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എവിടെയെങ്കിലും സ്വർഗം സൈലന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സൈലന്റിന്റെ പുറകിൽ, ആ നിശബ്ദതയുടെ പുറകിൽ മറുപടി ഇല്ല എന്ന് കുഞ്ഞാ നീ വിചാരിക്കരുത്. ആ മൗനതയുടെ പുറകിൽ ഒരു വലിയ വിടുതൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാന് ഇത് പറയുന്ന കൂട്ടത്തിൽ ഇതിനകത്തിരിക്കുന്ന ചിലരോടുള്ള പ്രവചന ദൂതുകൂടി ഒന്ന് പറയാ. ആമേൻ. യേശുവേ, ദാവീദ് പുത്ര, എൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നണേ. ആമേൻ. ബൈബിൾ പറയുന്നു, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ആ ഒറ്റ സെന്റൻസിനകത്ത് യേശുവിനേക്കാൾ മനസ്സലിവ് ശിഷ്യന്മാർക്കാ. ഒരല്ലെന്ന് പറഞ്ഞേ. ശിഷ്യന്മാർ പറയാ, ഗുരുവേ, അവൾ പുറകെ വരുന്നത് കണ്ടില്ലേ, ഒന്ന് പറഞ്ഞു വിട്, ആശ്വസിപ്പിച്ച് വിട്. കർത്താവ് ദാക്ഷിണ്യമില്ലാതെ പറയുക, മക്കളുടെ അപ്പം എടുത്ത് നായ കുട്ടിക്ക് കൊടുക്കത്തില്ല. അതെ, അതെ, ഒരല്ലെന്ന് പറഞ്ഞേ. എനിക്ക് ആ ഭാഗം വായിക്കുമ്പോ ചിരി വരും. കർത്താവ് അവളെ നോക്കിയിട്ട് പറഞ്ഞു, നായ്ക്കുട്ടിയുടെ അപ്പം എടുത്ത് ആർക്ക് കൊടുക്കില്ല? ആമേ, മക്കൾക്ക് കൊടുക്കത്തില്ല. അപ്പോ അതിന്റെ വാക്ക് അതിന്റെ താഴെ എഴുതിയിരിക്കുക യെസ് എന്നാ. അതെ, അതിന്റെ അർത്ഥം അങ്ങ് എന്നാ വിളിച്ചേ? നായ്ക്കുട്ടി ആണ്. ശരി, സമ്മതിച്ച്. നായ എങ്കിൽ നായ. യെസ്, ഞാൻ അത് ഏറ്റെടുത്തു. എന്നാലും ഞാൻ പുറകെ വരും, എന്നാലും ഞാൻ മാറത്തില്ല. ഒടുവിൽ 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 കർത്താവ് നിന്നിട്ട് പറയുക,
ആ സൈലന്റിന്റെ പുറകിൽ ഒരു ഭയങ്കര സൗഖ്യം നടക്കാൻ പോകുക. ഓ കർത്താവ് എന്നോട് പറയുക, എവിടെയെങ്കിലും ദൈവം സൈലന്റ് ആയെന്ന് കരുതി നിന്നെ കൈവിട്ടു എന്നൊന്നും ചിന്തിക്കണ്ട കുഞ്ഞെ. നിന്നോട് ആ ദൈവത്തിന് അരുളപ്പാട്, എവിടെയെങ്കിലും ദൈവം മൗനമായെന്ന് കണ്ട് ദൈവം നിന്നെ കൈവിട്ടു എന്ന് നീ ചിന്തിക്കരുത്. ദൈവത്തിന്റെ മൗനതയുടെ പുറകിലും ഒളിപ്പിച്ചു വെച്ച അതിശക്തമായ ചില ദൈവീക വിടുതലുകൾ ഇന്ന് പകൽ അതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. സ്നാനക്കടവിലേക്ക് വന്നു, സ്നാനക്കടവിൽ ഇറങ്ങി. സൃഷ്ടാവാം ദൈവം സൃഷ്ടിയുടെ കയ്യിൽ മുങ്ങിപ്പൊങ്ങി സ്വർഗം തുറന്നു. 30 വർഷത്തെ ചോദ്യത്തിന്റെ വിരാമം. ഈവൻ നിങ്ങൾ പറയണം, ഈവൻ സഭ ഒരുമിച്ചത് പറ, ഈവൻ ഞങ്ങളുടെ പുത്രൻ എന്നല്ല, എന്റെ എന്നൊക്കെയുള്ള വാക്കുണ്ടല്ലോ, എന്റെ ഭയങ്കര പവർഫുള്ള. അതിന്റെ അർത്ഥം ഇതാരുടെ മകനല്ല, ഇത് എന്റെ മകനാ, ഇത് എന്റെ മകനാ, ഇത് എന്റെ മകനാ, ഇത് എന്റെതാ. അതിന്റെ അർത്ഥം ഇത് എന്റെ വകയാ, ഇത് എന്റെ സ്വത്താ. ഓ ഇന്ന് പക ദൈവം പറയുന്നു, നീ ദൈവത്തിൻ്റെതാ, നീ ദൈവത്തിന്റെ വകയാ. ആർക്കും തോണ്ടാനുള്ളതല്ല, ആർക്കും തട്ടാനുള്ളതല്ല. അതുകൊണ്ടാ യെശയ്യാ 43 പറയുന്നത്, നീ എനിക്ക് വിലയേറിയവനും, നീ എനിക്ക് വിലയേറിയവനും മണ്ണിനും. അതുകൊണ്ട് എന്നാ കാര്യം, നീ നദിയിലൂടെ കടന്ന നദി നിന്നെ മുക്കത്തില്ല, അഗ്നിയുടെ കടന്നാൽ അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. കാരണം ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിപ്പിക്കുന്ന എന്റെ വൃതൻ, അവന്റെ കാര്യത്തിൽ ഞാനാ ഇടപെടുന്നേ. ഒരാമേനൊക്കെ പറതയോ മക്കളെ, ഒരു ഹല്ലേലൂയ പറ. ഓ കർത്താവിന് സ്തോത്രം ചെയ്യ. അപ്പൊ ഒന്നാമത്തെ പുത്രൻ ആരാണ്? ആദാം. രണ്ടാമത്തെ പുത്രൻ ആരാ? യേശു. ഈ പുത്രത്വം വെളിപ്പെട്ടാൽ, അത് വെളിപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾ അറിയാൻ ഒരു കാര്യം പറയാം. പുത്രത്വം വെളിപ്പെട്ട് കഴിഞ്ഞ് യേശു അടുത്ത ശുശ്രൂഷയ്ക്ക് കാല് വെക്കുന്നത് ഗദരദേശത്തേക്കാണ്. മക്കളെ പ്രാർത്ഥിച്ചിരുന്നു, ഗദരദേശത്തേക്കാണ്. ആ ഗദരദേശത്തേക്ക് കാല് വെക്കുമ്പോൾ അവിടത്തെ ഒരാൾ എതിരേറ്റ് വരികയാ. 6000 ദുർഭൂതം ബാധിച്ചൊരു മനുഷ്യൻ. നിങ്ങൾ ആ വേദപുസ്തകം വായിച്ച ചരിത്രം ഓർക്കുന്നുണ്ടോ? 6000 ഭൂതം ബാധിച്ച, ലഘുവൻ ബാധിച്ച ആ മനുഷ്യൻ ഒരു വിളി വിളിച്ചു. ഓർക്കുന്നുണ്ടോ? മഹോന്നതനായ സഭ ഒരുമിച്ചെന്ന് വിളിച്ചേ. അല്ലല്ല, അത് ഒരു മൂന്നുമായിട്ട് പറഞ്ഞു. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് ചോദിക്കുന്നു. 30 വർഷം വിളിക്കാത്ത വിളി പിശാച് ഒറ്റ ദിവസം കൊണ്ട് വിളിച്ചു. നീ സാധാരണക്കാരനല്ല, നീ സാധാരണ വ്യക്തിയല്ല. ആ സ്നാനക്കടവിൽ വെച്ച് പുത്രത്വം നിന്റെ മേൽ വന്നപ്പോൾ ആ നിമിഷം തൊട്ട് പാതാള ഗോപുരങ്ങൾ ഇളകാൻ തുടങ്ങി. അവ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവദാസന്റെ കൈക്കീഴിൽ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കയറി വന്ന ദൈവ പൈതലെ, നീ പോലും അറിയാതെ നിന്റെ തല മുതൽ പാദം വരെ ഇറങ്ങി വരുന്ന ഒരഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് അത് ചലിക്കട്ടെ എന്ന് പകൽ ആരാധിക്കുന്ന ദൈവജന അത് തിരിച്ചറിയണം. ആര് കൈവച്ചാലും ദുർഭൂതം പോയേ പറ്റൂ. ഞാന് ഒരിക്കലും ഇങ്ങനെ ചർച്ചിനകത്തൊരു ഭൂതത്തെ പുറത്താക്കിയ എല്ലാ ഫാസ്റ്റിങ്ങിനും ഇങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ കൊണ്ടുവരും, കുറെ വരും. ഭൂതത്തെ പുറത്താക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒത്തിരി വരും, ഇങ്ങനെ ഇറക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ പുറകിൽ ഇങ്ങനെ തോണ്ടുക. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ചെന്താടാ, ഒരു ഭൂതത്തെ പുറത്താക്കാൻ തരുവോ? ഒരു ഭൂതത്തെ എനിക്ക് പുറത്താക്കാൻ തരുവോ? ഞാൻ പറഞ്ഞു, ഇത് ലോഡ് അൺലോഡിങ് അല്ല, IUNTCയും COTക്കാരും ലോഡ് ഇറക്കുന്ന പരിപാടിയല്ല. ഇത് കൃപ വേണം. ഒരു അല്ലെന്ന് പറഞ്ഞ് ഇതെന്ത് വേണം? കൃപ വേണം. അന്ന് വൈകിട്ട് അവൻ പോയില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, എനിക്കും ഇതിനെ പുറത്താക്കണം. പിടിച്ചിരുത്തി വേദപുസ്തകത്തിന് കുറച്ച് കാര്യമൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. എങ്ങനെ അധികാരം ഉണ്ടാകും, എങ്ങനെ അധികാരം നമ്മിലുണ്ടാകും, ഇതെല്ലാം പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, പക്ഷേ ചർച്ചിൻ്റെ താക്കോല് തരുമോ? താക്കോല് മേടിച്ചു. നേരെ ചർച്ചിൽ ഒരു ഒറ്റ ഇരിപ്പ് 40 ദിവസം. സ്വത്രം
40 ദിവസം. അങ്ങനെ ഈ ഉപവാസമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ ചർച്ചിൽ വന്നപ്പോൾ ഞാൻ ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞടാ ഈ നടുക്കൂടി നടന്ന് ഒന്ന് ആരാധിപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഇവൻ ഇങ്ങനെ നടുക്കൂടി ഹല്ലേലൂയ പറഞ്ഞ് പോയപ്പോൾ ചെന്നതും ഒരു സഹോദരിയുടെ ശരീരത്തുനിന്ന് പൂത വളകി താഴെ വീണു. അള്ളാരി വിളിച്ചോട് അടുത്തു വരരുത്. അന്ന് എനിക്ക് മനസ്സിലായി ഇവൻ എവിടെയോ ഈ അധികാരം പിടിച്ചു മേടിച്ചു. അന്ന് ഇപ്പൊ ഒരു കാര്യം പറയാം, ആമൻ, ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന കേസ് പോലും ഞാൻ മൊത്തം അങ്ങോട്ടാ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അല്ലലി എന്ന് പറഞ്ഞേ ആമൻ. ഈ നിങ്ങൾ കോട്ടയത്ത് എന്നാ മതി ആൻറ്റി ഇവിടെ ഉണ്ട്, കോട്ടയത്ത് എന്നാ മതി. എല്ലാ ദിവസവും ഇതാ എവിടെ നിന്നൊക്കെയാ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നത് കൊണ്ടുവരും, ഇരിക്കും, പ്രാർത്ഥിച്ച് പുറത്തിറക്ക്. ഒരെണ്ണത്തെ ചോദിച്ചതാ. ഇപ്പൊ അവൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയും, എൻ്റെ പൊന്നു ഭാഷ ഞാൻ മടുത്ത്. കർത്താവ് ഒരു കാര്യം പറയുക, പുത്രത്വം നിന്റെ മേൽ വന്നാൽ ഒരധികാരം കൂടി ദൈവം നിനക്ക് തരിക. ഒരു ഹല്ലേലൂയ പറയുക പൈതലേ. ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ പറയാ, ഇനി അടുത്തൊരാള് കൈവെക്കാൻ നിൽക്കരുത്. ആ അധികാരം നിന്റെ മേൽ ഏൽപ്പിക്കുക. ഒരു സുനിൽ പാഷോ ആമൻ, ഒരു എംഎസ് പാഷോ വിചാരിച്ചാൽ ഇനി കാര്യം നടക്കില്ല. ആളുകൾ കിടിച്ചു കയറി വരും. ഈ ഉപവാസം കഴിയുമ്പോൾ കൂട്ടമായ സ്നാനം നടക്കും. എല്ലാവരും എഴുന്നേറ്റപ്പെട്ടു, അഭിഷേകത്തിൽ എഴുന്നേറ്റപ്പെട്ടു. ഞാൻ വളരെ രസകരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആമേ, ഞങ്ങൾ ഒരിക്കൽ ന്യൂ ഇന്ത്യ ചർച്ചക്കോടിൻ്റെ തൊടുപുഴയിൽ പോത്താനിക്കാട് ഒരു സഭയുണ്ട്. അവിടെ പ്രസംഗിച്ചുകൊണ്ട് ഒരു കൊച്ചു വീട്ടിനകത്താ, വീട് നിറച്ചാളാ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രസംഗത്തിനിടയ്ക്ക് ഒരു മൂലക്കൊരു പെൺകുട്ടിയുടെ ദുർഭൂതം ഇളകി, പിശാച് ഇളകി. അമ്മ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല, മുഴുവൻ ആളും നിറഞ്ഞിരിക്കുക. എനിക്കങ്ങ് പോകാനൊക്കുന്നില്ല. അപ്പൊ ഈ ഇളകിയതിന്റെ തൊട്ടടുത്തൊരു അമ്മച്ചി കസേര ഇരിപ്പുണ്ട്, പ്രായമുള്ള ഒരു അമ്മച്ചി, 2 പല്ലേ ഉള്ളൂ. സ്തോത്ര. അമ്മച്ചി എന്നോട് ചോദിച്ചു, മോൻ എങ്ങോട്ടായി വരുന്നേ? ഞാൻ പറഞ്ഞു, ഇറക്കാൻ അവിടെ നിൽക്ക്, ഞാൻ ഏറ്റെന്ന്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അമ്മച്ചി ആ നാടനെടുത്ത് ഒരു കുത്തങ്ങ് കുത്തി, എന്നിട്ട് എഴുന്നേറ്റോട് ഒരെണ്ണം താഴെ. പക്ഷെ അത്ഭുതം പറയാം, സംഭവം വിട്ടുപോയി. എന്റെ മുന്നേച്ച ഭയങ്കര സന്തോഷം. മീറ്റിങ്ങിന് ശേഷം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു, അമ്മച്ചി എൻ്റെ ആയുസിൽ ആദ്യമായിട്ട് കാണുക, ഇത് എങ്ങനെ സംഭവിച്ചു? അപ്പൊ എന്നോട് പറയാ, കൊച്ചേ നീ 1.5 മണിക്കൂറായി നിന്ന് പറയുന്നു അധികാരമുണ്ട്. ഒരു ടെസ്റ്റ് അടിച്ചതല്ലേ, ടെസ്റ്റ് പാസ്സായി. ഇന്ന് പകൽ അങ്ങനെ ഒന്ന് അടിക്കുകയോ പൈതലേ. അധികാരം നിന്റെ മേലുണ്ടെങ്കിൽ, ആ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഈ 4ാമത്തെ ദിവസം ആ അഭിഷേകത്തോടെ നീ എഴുന്നേൽക്കണോ? മരിച്ചവരെ ഉയർപ്പിക്കാൻ, അത്ഭുതങ്ങൾ ചെയ്യാൻ, അടയാളങ്ങൾ പ്രവർത്തിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ ഒരു വിളി ഇതിനകത്ത് ദൈവം നിന്റെ മേൽ പകരുകയോ. ഞാൻ ഒരു കാര്യം പറയാ, കർത്താവിന്റെ ദാസനൊക്കെ അവൻ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നമ്മുടെയൊക്കെ മുൻപ് കാലഘട്ടങ്ങളിൽ നിന്ന് കത്തിയ ഒരു കാലഘട്ടമുണ്ട്. അഭിഷിക്തന് പറയാൻ ഒരുപാട് സാക്ഷ്യമുണ്ട്, ഞങ്ങളതൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാ. എന്നാൽ ഒരു കൊച്ചു സാക്ഷ്യം പറയാ, എനിക്ക് 4 വർഷം മക്കളില്ല, 4 വർഷം കുഞ്ഞുങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വൈപ്പിൻകരയിൽ ആശാരി ഉപദേശി പ്രസംഗിക്കാൻ വന്നു. ഒരു ആമയും പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. ആമേ, ഇന്നലെ രാത്രി ആശാരി ഉപദേശിയുടെ കൊച്ചുമോൻ എന്നെ വിളിച്ചു, സ്പർജന്റെ മോൻ. സ്വത്രം പറഞ്ഞേ, അവൻ ഇന്നത്തെ ലൈവ് കണ്ടിട്ട് എന്നെ വിളിച്ചു, അച്ഛാ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ലൈവിലുണ്ട്, അവനും കൂടി കേൾക്കട്ടെ. അങ്ങനെ ഞാൻ ചെന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോ ആശാരി ഉപദേശി ചെന്നു, എന്നോട് ചെന്നാ. ഞാൻ അച്ഛാ ഒന്നും ആയില്ല. ഒന്നും ആയില്ലേ? എത്ര വർഷമായിടാ? ഞാൻ 4 വർഷമായി. അവളെന്തേ? കൺവെൻഷൻ കഴിഞ്ഞ് ഗ്രൗണ്ടിൽ അവളെന്തേ? നമ്മൾ സിന്ധുവേ ഓടി വന്ന്, കൊച്ചെ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഞങ്ങളുടെ തലയിലോട്ട് കൈവച്ചിട്ട്, കർത്താവേ ഇവൻ പ്രായമായി കഴിഞ്ഞ് കൊടുത്തിട്ട് കല്യാണ ഫോട്ടോ എടുക്കാൻ വടിയും കുത്തിപ്പിടിച്ച് കയറേണ്ട ഗതികേട് വരില്ലേ? ആചാര്യയുടെ പ്രാർത്ഥന എന്റെ പൊന്നച്ച. ഇങ്ങനെ ഇവന് വയസ്സാകുമ്പോ ഒരു കൊച്ചിനെ കൊടുത്തിട്ട് കല്യാണ ഫോട്ടോ എടുക്കാൻ വടിയും കുത്തിപ്പിടിച്ച് കൊച്ചിന്റെ അപ്പൻ ഫോട്ടോ എടുക്കാൻ കയറുന്ന ഗതികേട് വരാതിരിക്കാൻ ഇപ്പോൾ ഉണ്ടാകട്ടെ. കൈവെപ്പ
മൂന്നാമത്തെ മാസമാ ഞങ്ങൾക്ക് തലമുറ ഉണ്ടെന്ന് തെളിയുന്നത്. ആ കുഞ്ഞാണ് ആദ്യത്തെ ആൺകുട്ടി. അവനാണ് കർത്താവിൽ വർഷിപ്പ് ചെയ്യുന്നത്. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞ് ഇന്ന് കരമടിച്ചൊന്ന് സ്വോത്രം ചെയ്ത് അവൻ ആ കാലം കഴിഞ്ഞു. ആശാരി ഉപദേശിയൊക്കെ നാട് വിട്ടുപോയി, ദൈവത്തിന് ചേർക്കപ്പെട്ടു. എന്നാൽ അടുത്ത തലമുറ എഴുന്നേക്കണ്ടേ, എഴുന്നേക്കണ്ടേ, എഴുന്നേക്കണ്ടേ? എത്ര പേരും അത് ഞാനാന്ന് പറ, അടുത്തത് ഞാനാന്ന് പറ. ആവേശമുള്ളവർ എഴുന്നേറ്റാൽ മതി, അല്ലാത്തവർ ഇരുന്നാൽ മതി. എനിക്കറിയാം ദൈവ സാന്നിധ്യം ചലിക്കുമ്പോൾ അതിനനുസരിച്ച് ചലിക്കാൻ ഒരു തലമുറ ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേറ്റാൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ 4ാമത്തെ ദിവസം ഈ ചർച്ചിനകത്ത് അങ്ങയുടെ അധികാരത്തിന്റെ കൈമാറ്റം ഇവിടെ മേൽ വെളിപ്പെടട്ടെ. ആമേൻ. ആയുധപ്പുര പോലെ ആയുധങ്ങൾ ഏറ്റെടുക്കുന്ന, ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്ന, ആയുധങ്ങൾ പിടിച്ചു മേടിക്കുന്ന ഇന്നൊരു പകലായി മാറട്ടെ. ഓ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് സർവായുധ വർഗങ്ങൾ ധരിക്കുന്നൊരു പകലായി മാറട്ടെ. സ്വത്രം. ഞാൻ ഒരു വചനമൊന്ന് പറഞ്ഞോട്ടെ, സന്തോഷമാണോ? റെഫറൻസ് എവിടെയാന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. കയറി വന്നതുകൊണ്ട് അങ്ങ് വചനം അങ്ങ് പറയാം. ദാവീദിന്റെ കാലത്തെ ഇസ്രയേലിൽ ആയുധമുണ്ടാക്കുന്ന കൊല്ലന്മാരെ മുഴുവൻ ശത്രു കൊണ്ടുപോയി. എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. അത് വാക്യം വല്ലതും കിട്ടുകയാണെങ്കിൽ ഇട്ടേക്കണം, ഞാൻ റെഫറൻസ് ഓർത്താൽ തന്നേനെ. ആമേൻ. ദാവീദിന്റെ കാലത്തെ ഇസ്രയേലിലുള്ള കൊല്ലന്മാരെയൊക്കെ എന്ത് ചെയ്തു പറ? പിടിച്ചോണ്ട് പോയി. ദൂത് മനസ്സിലായെങ്കിൽ ആമേൻ പറ. ഇസ്രയേൽ ദേശത്ത് ആയുധമുണ്ടാക്കുന്ന കൊല്ലം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശത്രുവിനെ വെട്ടാൻ അവൻ ശാലയിൽ ആയുധമുണ്ടാക്കും. പിശാച് നോട്ടം വെച്ചത് അറിയാമെന്നറിയാമോ? ആയുധമുണ്ടാക്കുന്നവനെ. ഓക്കെ, ആമേൻ, ആമേൻ. ബുദ്ധിമാർക്കുണ്ടായിരുന്ന പൊൻപജ്ജകൾ ദാവീദ് എടുത്ത് മോനെ ഇതല്ല. അവിടുത്തെ കൊല്ലന്മാരെ പിടിച്ചോണ്ട് പോയി എന്നൊരു വാക്യമുണ്ട്. കൊല്ലന്മാരെ പിടിച്ചോണ്ട് പോയി. കിട്ടുമ്പോ ഇട്ടാ മതി. ഞാനതങ്ങ് എനിക്കറിയില്ല, ഞാനങ്ങ് ദൂത് പറയുക. സഭയിലെ കൃപാവര ശുശ്രൂഷ. എന്നാൽ ഇസ്രായേൽ 1 ശമൂവേൽ 13:19. മോനെ ആരാ ഇട്ടത്? ആ കൈയൊന്ന് നോക്കിക്കേ, എല്ലാരും ഒന്ന് കൈയടിച്ചേ. കൺഗ്രാജുലേഷൻ. അവൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതൊക്കെ ഭയങ്കര ഗൗരവമായി. ഇങ്ങനെയൊക്കെ ഒരു വാക്ക് വിട്ടു തരുമ്പോൾ ഇടയ്ക്ക് ഓടിച്ചെന്നിട്ട് ഈ ആസ്വാദം പറയുമ്പോൾ ബൈബിൾ എടുത്ത് ഓടരുത്. ഈ വാക്യമൊക്കെ ഇട്ട് തരുന്ന ആ മോളെ ചെന്നൊരു കൈക്കൊരു ഷൈക്കാനൊക്കെ കൊടുക്കണം, ഒരു അല്ലെന്ന് എന്ന് പറഞ്ഞ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ചേ, ആരാ ഒന്ന് വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ല. മനസ്സിലായില്ലേ? പോലെ ഇതാരാ? ആയുധമുണ്ടാക്കുന്ന കൊല്ലൻ. സഭക്കകത്ത് കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന കൊല്ലന്മാരുണ്ടാകരുത്. അഭിഷേകത്ത് നിൽക്കുന്ന കൊല്ലന്മാരുണ്ടാകരുത്. ശത്രു പിടിച്ചോണ്ട് പോകുക. അവൻ അറിയാം. അവൻ ബേഥേലേജിയിൽ അഭിഷിക്തന്മാർ എഴുന്നേറ്റാൽ, പ്രവചനമുള്ളവർ എഴുന്നേറ്റാൽ, വെടിപ്പാടുള്ളവർ എഴുന്നേറ്റാൽ, വ്യാഖ്യാനിക്കുന്നവർ എഴുന്നേറ്റാൽ ശത്രുവിൻ എതിരെ ആയുധം ഉണ്ടാക്കുമെന്ന് പിശാചിനറിയാം. പക്ഷെ ഇന്ന് പകൽ സഭയുടെ മുമ്പിൽ ഡിക്ലെയർ ചെയ്യുന്നു, കൊല്ലന്മാർ എഴുന്നേൽക്കട്ടെ. ആയുധമുണ്ടാക്കുന്നവർ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ ആയുധമുണ്ടാക്കുന്ന എഴുന്നേൽക്കട്ടെ. ഓ ആമേൻ. ഇന്ന് പകൽ ഒരു ദൂതുകൂടി പറയാ. ആയുധം ഉണ്ടാക്കുന്ന കൊല്ലനെ അവൻ കൊണ്ടുപോയിട്ടും, കേട്ടോ പിശാച്, നീ കേട്ടോ, ആയുധമുണ്ടാക്കുന്ന കൊല്ലനെ നീ പിടിച്ചോണ്ട് പോയിട്ടും തിരുവചനം പറയുന്നു ദാവീദിന്റെ ഗ്രഹം മേൽക്കുമേൽ ശക്തിപ്പെട്ടു. ഓ, ഒരാമേൻ പറ. കൊല്ലന്മാരെ കൊണ്ടുപോയിട്ടും ആമേൻ എന്ത് ചെയ്തു? ദാവീദിന്റെ ഗ്രഹം പറയുന്നു. എനിക്ക് ഇച്ചിരി ദേഷ്യം കൂടുതലാണ്. നിങ്ങൾ പ്രതികരിച്ചില്ല, ദേഷ്യപ്പെടും, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് പകലെടുത്ത് ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ വണ്ടി വിളിച്ച് യൂബർ വിളിച്ച് വീട്ടിൽ പോകും. അതുകൊണ്ട് കയ്യും കെട്ടി ചുമ്മാ ഇരുന്ന് ഞാൻ എൻ്റെ പാട്ടിന് പോകും. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. ആമേ, എനിക്ക് ക്ലാസ് എടുക്കാൻ അറിയില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ പ്രതികരിച്ചില്ല, ഞാൻ മിണ്ടാതിരിക്കും. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. അപ്പൊ കൂടെ പറയണം. അപ്പൊ കൊല്ലന്മാരെ പിടിച്ചോണ്ട് പോയിട്ടും ദാവീദിന്റെ ഗ്രഹം എന്ത് ചെയ്തു പറ? മേൽക്കുമേൽ
ബലപ്പെട്ടു. എന്ന കാര്യം എന്നറിയാമോ? മേൽക്കുമേൽ ബലപ്പെടാൻ കാര്യം അന്നത്തെ രാജാവുണ്ടല്ലോ, ഒരു വാക്യം പറഞ്ഞു, ചിലരെ രഥങ്ങളിലും ചിലർ കുതിരയും ആശ്രയിക്കും, എന്നാൽ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതലെ, കൊല്ലനെ കൊണ്ടുപോയാലും നിനക്ക് വിജയമാ, നിനക്ക് വിജയമാ. കൊല്ലന്മാരെ പിടിച്ചാലും നിനക്ക് വിജയമാ. ഓ റീബനഗ സേതലരഗദന ഹല്ലേലൂയ. ഈ ദാവീദ് പുതിയ നിയമത്തിൽ ദാവീദിനെ കുറിച്ച് ഇങ്ങനെ എഴുതി, ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള എന്ന മനുഷ്യനാ. ഒരിക്കലേ ആ പദം പറയാൻ കാര്യം, ഒരിക്കൽ ദാവീദ് ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഒരുത്തൻ പുറകിൽ കൂടി വന്ന് ദാവീദിന്റെ പള്ളക്ക് കത്തികേറ്റാൻ വേണ്ടി വന്നപ്പോ എന്റെ ഓർമ്മ അഭിഷായിയാന്ന് തോന്നുന്നു. അഭിഷായി ഓടി വന്ന് അവനെ വെട്ടിയിട്ട് ദാവീദിനോട് പറയാ, ദാവീദേ യജമാനനെ, അങ്ങ് യുദ്ധത്തിന് വരരുത്, അങ്ങ് ഇസ്രായേലിന്റെ ദീപമാ, അങ്ങനെ യുദ്ധത്തിന് വരരുത്, അങ്ങ് ഇസ്രായേലിന്റെ വിളക്ക, നീ ഇസ്രായേലിന്റെ വിളക്കെന്ന് ദാവീദിനെ നോക്കി പടനായകൻ പറഞ്ഞപ്പോൾ പുള്ളി മുത്തുകൂട്ടിയിട്ട് പറഞ്ഞു, യഹോവ എന്റെ വെളിച്ചം. ദൂത് മനസ്സിലായോ? ഞാനല്ലട കുഞ്ഞെ വെളിച്ചം, വെളിച്ചം അവനാ, ഞാനല്ലെന്നേ. എന്റെ ജീവനെ ഭാണ്ഡക്കെട്ടിനകത്ത് പരിപാലിച്ച എന്റെ ദൈവമാ വെളിച്ചം. ഒന്ന് കരമടിച്ച് ആരാധിച്ച്, ആരാ വെളിച്ചം? ദൈവമാ വെളിച്ചം. അവൻ എന്റെ വെളിച്ചം, അവൻ എന്റെ ശൈലം, അവൻ എന്റെ കോട്ട, അവൻ എന്റെ നിക്ഷേപം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പ്രവചനം, വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പ്രവചനം ഓർക്കുന്നുണ്ടോ? ഉൽപ്പത്തി 3:15, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഒന്നാമത്തെ പുത്രൻ ആദാം, രണ്ടാമത്തെ പുത്രൻ മശിഹ തമ്പുരാൻ, മൂന്നാമത്തെ പുത്രൻ ഞാനും നിങ്ങളും. ഇനി ഒരാമൻ പറ. ഹല്ലേലൂയ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാൻ, എത്ര മോദമായി താൻ വാഴുകയാ, ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യില നോർത്താൻ ആയത്ര ധന്യമേ ലോക ജീവിതം. നമ്മുടെ വിളി മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഒന്ന്, നമ്പർ 1, നമ്മുടെ അമ്മയെ കിടക്കുന്ന വിളിയുടെ പ്രത്യേകത, നമ്മൾ ആരാ? മകനാ. അങ്ങനെ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഞാൻ ആരാ? പറ. ഞാൻ അവന്റെ മകനാ. ഒന്ന് തൻ്റെ അടുത്തോടെ പറ, ഞാൻ ആരാ പറ. ഞാൻ അവന്റെ മകനാന്ന്. സ്വതന്ത്രം. ഞാൻ ഇങ്ങനെ പറയും, ഈ പുസ്തകം എടുത്തിട്ട് ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടാൻ തെണ്ടാൻ പോകത്തില്ലെന്ന് 94 തീരുമാനം എടുത്തതാ. ഇന്ന് വരെ ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല, ഉറപ്പാ. ഞാന് അതുകൊണ്ട് ചിലരോടൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയും, ദൈവകൃപയിൽ ആശ്രയിച്ച് ബിജുപ്പാഷ 1 രൂപ നിങ്ങളോട് കടം മേടിച്ചെന്നും നിങ്ങളോട് വായ്പയായിട്ട് മേടിച്ചെന്നും നിങ്ങളോട് ചോദിച്ചിട്ട് മേടിച്ച് തന്നാതിരിക്കുന്നെന്നും പറയാൻ ഇന്ന് വരെ അവസരം കൊടുത്തിട്ടില്ല, കൊടുക്കത്തുമില്ല. കാരണം എൻ്റെ അപ്പൻ ദരിദ്രവാസി അല്ലെന്ന്. അതിപുരാതന സമ്പത്തിന്റെ അപ്പന്റെ മക്കളുണ്ട്. എനിക്ക് ചോദിക്കേണ്ട ദൈവത്തോട് ചോദിച്ചൂടെ? കാരണം ഞാൻ അവന്റെ മകനല്ലേ. ഈ ചോദിക്കുന്നത് നിർത്തണം. ഇതല്ലെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ചർച്ചിലുള്ളവർ തമ്മിൽ കടം എന്ത് ചെയ്യരുത്, വാങ്ങിക്ക. ഞാൻ പാസ്റ്റോട് ചോദിക്കാ ഈ പറയുന്നത്, ക്ഷമിക്കണേ. ചർച്ചിലുള്ളവർ തമ്മിൽ എന്ത് ചെയ്യരുത്, കൊന്ന പൈസ മേടിക്കരുത്. അത്ര വഴക്കുണ്ടാക്കാൻ വേറെ വഴിയൊന്നും വേണ്ട. ചർച്ച വിട്ട് പോയി കളയും. സ്വത്രം. ആമേ. നിങ്ങൾ തമ്മിൽ കാശ് മേടിക്കും, കടം മേടിക്കും. അതുകൊണ്ട് നിന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ ചർച്ചയും വരത്തില്ല, ചർച്ചയിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, സ്വത്രം. ഒരു സൈലന്റ് വന്നല്ലോ.
ഞാനങ്ങ് സോദര കല്യാണം നടത്തുമ്പോൾ പറയും, നിങ്ങളുടെ എല്ലാം മൗനം സമ്മതമെന്ന് മൂളിക്കൊണ്ട ഞാൻ കല്യാണം നടത്തുന്നത്. അപ്പം നിങ്ങളുടെ സൈലന്റ് പുറകിൽ എന്തോ ഒരു മർമ്മം ഉണ്ടെന്ന് ഞാനങ്ങ് ഊഹിക്കുക. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. മേടിക്കരുത്. കാരണം നീ നിന്റെ അപ്പൻ ആരാന്ന് മനസ്സിലായ, നീ ആരാന്ന് മനസ്സിലാക്കിയാൽ വിരൽ ചൂണ്ടത്തില്ല. ആമേ, കൈ കൂപ്പി സ്വർഗത്തിലേക്ക് നോക്കത്തേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. ഓ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇനി നമ്മളെല്ലാം ആരാന്ന പറഞ്ഞേ? നമ്മൾ എല്ലാവരും യേശുവിൻ്റെ മക്കളാ. നമ്മൾ മക്കളാ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറ, ഞാൻ മകനാ. ഞാൻ ആരാ? അച്ഛാ ഒന്ന് കൈ കൊടുത്ത് പറ, ഞാൻ യേശുവിൻ്റെ മകനാ, ഞാൻ അവൻ്റെ മകനാ. പറഞ്ഞോ, നമ്മൾ ആരാ? മകനാ. ഞാനും സുനിൽ പാസ്റ്റർക്ക് തമ്മിൽ 1 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. സുനിൽ പാസ്റ്റർ 73, ഞാൻ 72 ഈ 72, 73 ജനിച്ചവർ ഭയങ്കര സംഭവമാണ്. ഇത്രയും കുശുമ്പുള്ളവരെ എൻ്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ. അപ്പോ ഞാനിങ്ങനെ പറയുക, സുനിൽ പാസ്റ്റർ ജനിച്ചിട്ട് 15 വയസ്സായിട്ട് 20 വയസ്സായിട്ടും വളരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മ പറയും പാസ്റ്ററോട്, നമുക്ക് എത്രയും പെട്ടെന്ന് കൊച്ചിനെ ഒരു ഡോക്ടറെ എന്ത് ചെയ്യണം? കാണിക്കണം. കാരണം ഇവൻ എന്തില്ല, വളർച്ചയില്ല. ഏതെങ്കിലും ഒരു സർജനെയോ ആരെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് കാണിക്കണം. കൊച്ചിന് എന്തില്ല? വളർച്ചയില്ല. ഈ വിഷയം എന്നാന്നറിയോ? നമ്മളെല്ലാം മക്കളാ, ഒരെണ്ണം എന്ത് ചെയ്തിട്ടില്ല. ഇപ്പോഴും പാലും കുപ്പിയില്ലേ, മിൽക്കിന്റെ കുപ്പിയില്ലേ, അതും ചപ്പിക്കൊണ്ടിരിക്കുക. 21 എത്ര വർഷം നടന്നാലും ഇപ്പോഴും പലരുടെയും കയ്യിൽ എന്താ? കാലും കുപ്പിയാ. പാസ് കൈവച്ചില്ലെങ്കിൽ, പാസ് നോക്കിയില്ലെങ്കിൽ, പാസ് വന്നില്ലെങ്കിൽ, പാസ് മെസ്സേജ് ഇട്ടില്ലെങ്കിൽ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഒരു ദിവസം ഒരാളെ ചർച്ചിൽ കണ്ടില്ല. ഞാൻ പുള്ളിയെ വിളിച്ചു, എന്താ ഞായറാഴ്ച വരാതിരുന്നേ? പുള്ളി എന്നോട് പറയാ, പാസ് ബൈക്കിന് പോയപ്പോൾ ഞാൻ കൈ കാണിച്ചു, പാസ് കാണിച്ചില്ല, അതുകൊണ്ട് ചർച്ചിൽ വന്നില്ല. എനിക്ക് ലൈസൻസ് തന്ന വെഹിക്കിൾ ഇൻസ്പെക്ടർ എനിക്കൊരു ഇൻസ്പെക്ഷൻ തന്നിരുന്നു. അത് ഞാൻ ഇന്നും പാലിക്കും. ലോകത്തിലുള്ളവന്മാരെല്ലാം ഭ്രാന്തന്മാരാ, നിനക്ക് മാത്രമേ സുബോധമുള്ളൂ. വണ്ടി എടുക്ക്. അതിന്നും ഞാൻ പരിപാലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വണ്ടി എടുത്താൽ ചുറ്റും ഓടിക്കുന്നവന്മാരെല്ലാം ഭ്രാന്തന്മാരായതുകൊണ്ട് ഇടം വലം നോക്കത്തില്ല. അപ്പോഴാ പുള്ളി പറയുന്നത് ഞാൻ പുള്ളിനെ കണ്ടില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ തുമ്മിയാ പോണ മൂക്കാണെ അങ്ങ് പോട്ടെ, അല്ലല്ലോ എന്ന് പറഞ്ഞേ. മനസ്സിലായില്ലല്ലേ? പറയാത്തത് കൊണ്ട് വരാത്ത വിശ്വാസി വരാതിരിക്കുക നല്ലത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. മനസ്സിലായില്ലല്ലേ? ആമേൻ. ഈ വളരാത്തതിന്റെ കുഴപ്പമാ. എന്താ പറഞ്ഞേ? വളരാത്തതിന്റെ കുഴപ്പം. ഒരു ഹല്ലേലൂയ എന്നൊക്കെ പറ. ഞാൻ ഇന്ന് കുറച്ച് മാർഗികമായ വിഷയങ്ങളൊന്ന് കയറി സഭയോടുള്ള ബന്ധത്തിൽ ചില കാര്യം പറഞ്ഞു വരാം. ഞങ്ങൾ 10 മക്കളാ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. 8 ആണും 2 പെണ്ണുമാ. ഞാൻ 10ാമത്തെ പുത്രനാ. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ആമേൻ. എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഞാൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ ജനിച്ച ദിവസം ഒന്ന് പറയാമോ? അമ്മ പറഞ്ഞു, നമ്മുടെ പള്ളിയിലെ മാതാവിന്റെ പെരുന്നാളിന്റെ തലേ ദിവസമാണ് ഞാൻ നിന്നെ പ്രസവിച്ചേ. എന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ച അമ്മ എന്നോട് പറയുക, നമ്മുടെ പള്ളിയിലെ മാതാവിന്റെ പെരുന്നാളിന്റെ തലേ രാത്രിയാ ഞാൻ നിന്നെ. ഞാൻ ചോദിച്ചു, അമ്മ എല്ലാ വർഷവും പെരുന്നാളുണ്ട്, അതിൽ ഏത് പെരുന്നാളാ? അമ്മച്ചി പറഞ്ഞു, എനിക്കതൊന്നും ഓർമ്മയില്ല. ഞാൻ പറയും, എന്തൊരു തള്ളയാ നിങ്ങ. അമ്മ അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു, എടാ നിന്റെ അപ്പന് വേറെ ഒരു പണിയുമില്ല, എന്നും ഡെലിവറി അല്ലേ, എന്നും പ്രസവമല്ലേ. മാത്യുവിനെ പ്രസവിച്ചു, പിന്നെ പാപ്പച്ചനെ പ്രസവിക്കുന്നു, പിന്നെ ആൻറ്റിയെ പ്രസവിക്കുന്നു. 1.5 വയസ്സേ ഉള്ളൂ. അമ്മച്ചിക്ക് വേറെ ഒരു പണിയില്ല. ഹോസ്പിറ്റലിൽ പോകുക, പ്രസവം കഴിഞ്ഞ് വരിക, 1.5 വർഷം കഴിയുമ്പോൾ അടുത്ത പ്രസവം. ഇത് ആരും ഓർത്തിരിക്കാൻ? 4 എണ്ണം വരെ ഓർത്തിരുന്നു, പിന്നെ ഒന്നും ഓർത്തില്ല. ഞങ്ങളുടെയൊക്കെ ഒരു ഗതികേട്. പക്ഷെ ചേട്ടനുണ്ട്, മൂത്ത ചേട്ടൻ പറഞ്ഞു, എന്താടാ നിന്റെ കുഴപ്പം? ചേട്ടൻ എൻ്റെ ജന്മദിവസം. ഞാൻ പറയാടാ വാടാ. ചേട്ടൻ കൃത്യം പറഞ്ഞു, ദൂത് മനസ്സിലായോ? എൻ്റെ അപ്പനും അമ്മയും വളർത്തിയതിനേക്കാൾ എന്നെ വളർത്തിയത് എൻ്റെ ചേട്ടനാ.
മനസ്സിലായവർക്കായി സ്തോത്രം. ഒരു ദൂതിലോട്ടാ വരുന്നേ. ഇവിടത്തെ അഭിഷിക്തന്മാർക്ക് എല്ലാരും വളർത്താൻ ഒക്കത്തില്ല. പക്ഷെ ഇവിടെ കുറെ ചേട്ടന്മാരില്ലേ, അവർ കൃപ പ്രാപിക്കണം, അവര് ദൈവകൃപ പ്രാപിക്കണം, അവരുടെ മേൽ അഭിഷേകം വ്യാപരിക്കണം. നീ വേണം അവരെ വളർത്താൻ, നീ വേണം ഉപദേശം കൊടുക്കാൻ, നീ വേണം അവർക്ക് ആത്മീയ നിർദ്ദേശം കൊടുക്കാൻ. അതിനാ ദൈവം ഇതിനകത്ത് നിങ്ങളെ ആക്കിയത്. അമേ, ഒരു വാക്യമുണ്ടല്ലോ ഗലാത്യ ലേഖനത്തിൽ, യജമാനൻ സകലത്തിലും അങ്ങനെയാണോ? അവകാശി അല്ലേ? അവകാശി സകല അങ്ങനെയല്ലല്ലോ ഗലാത്യ ലേഖനം. യജമാനൻ സകലത്തിലും അവകാശിയാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ആമേൻ എന്തിനാ ആമേൻ ദാസനേക്കാൾ ഒട്ടും അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ. താങ്ക് യു മോനെ. അവകാശി സർവത്തിനും ആരാണ്? അല്ലേ? യജമാനനാ. പക്ഷെ അവൻ ആരാ? അപ്പൊ ശിശുവായിരിക്കുന്നിടത്തോളം അധികാരം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഒരു ഹല്ലേലൂയ പറ. മനസ്സിലായില്ലല്ലേ? ശിശുവായിരുന്നിട്ട് ഒരു കാര്യമില്ല. ബാങ്കിന്റെ പാസ്ബുക്കും ബാങ്കിന്റെ ATM കാർഡും സർവന്റിന്റെ കയ്യിലായിരിക്കും. 18 വയസ്സ് തികയുന്നത് വരെ പാസ്ബുക്ക് നിനക്ക് കിട്ടത്തില്ല, ATM കാർഡ് നിനക്ക് കിട്ടത്തില്ല, ചെക്ക് ലീഫ് നിനക്ക് കിട്ടത്തില്ല. എന്ന് പൂർത്തിയാകുന്നു അന്നേ തിരിച്ചു പിടിക്കൂ. ഇത് നാട്ടു നടപ്പാണെങ്കിൽ ഇന്ന് സഭയെ നോക്കി ദൈവം പറയുന്നു, നിനക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് ബോധ്യം വന്നാൽ ഈ 4ാമത്തെ ദിവസം ചിലത് ദൈവം നിന്റെ കയ്യിൽ തരാൻ പോകുക. ഓ, മനസ്സിലാക്കുന്നവർ കരമടിച്ചെന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, കരമടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചേ. എന്ത് ചെയ്യണം? വളരണം, വളരണം, വളരണം. എല്ലാവരും ആമേൻ പറ. വളരണം. ഇരുന്ന പോരാ, ആത്മീയത്തിൽ വളരണം, പക്വത പ്രാപിക്കണം, ആത്മീയത്തിൽ വളരണം. എന്നും ശിശുവായിരിക്കരുത്. പൗലോസ് പറയുന്നു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, മുതിർന്ന ശേഷം മുതിർന്നവരെ പോലെ സംസാരിച്ചു. ശിശുവായിരിക്കരുത്. ഈ വളരണമെന്ന് താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഞാന് 4 ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം വളരാൻ വേണ്ടി. സ്തോത്രം. 4 എണ്ണം പറയാം. ഒന്ന്, അടുത്തിരിക്കുന്ന ആളോട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലേ പറയണ്ട. വളരാൻ വേണ്ടി നല്ല ആഹാരം കഴിക്കണം. ഒന്ന് പറഞ്ഞേ. കൈ കൊടുത്ത് പറയാൻ, കൈ കൊടുത്ത്. നല്ല ആഹാരം. സ്തോത്രം. ഞാൻ ഈ പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പഴങ്കഞ്ഞിയാണ് എൻ്റെ സ്തോത്രം. ഈ പിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഇച്ചിരി മടി കാണിച്ചിട്ട്, പിള്ളേർക്ക് നൂഡിൽസാണ് ഇഷ്ടം. അവള് ഒറ്റ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങി, പിള്ളേർക്കും എനിക്കും. വിഷയം എന്നാന്നറിയാം, പിന്നെ പ്രസംഗിക്കുമ്പോൾ ഞാനിങ്ങനെ ആടാൻ തുടങ്ങി. പണ്ട് ഇങ്ങനെ നിന്ന് ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയായി. കാരണം കഴിച്ചെന്താ പറ, അതങ്ങനെ അതിൻ്റെ ഗുണമല്ലേ ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ പറയാ, ഈ വളരണമെങ്കിൽ നല്ല ആഹാരം കഴിക്കണം. അല്ലെന്ന് പറഞ്ഞു
ഞാൻ ഈ സഭയോടൊരു പ്രവചനം പറയുക. ചതി ചെയ്തു എന്നറിയോ? അവൻ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവനെ ഒതുക്കേണ്ടതിന് അവൻ മീകളെ കൊടുത്തു. മനസ്സിലായില്ലേ? കത്തി നിൽക്കുന്ന അഭിഷിക്തനെ ഒതുക്കാൻ ഒരു മീകൾ കെട്ടിക്കേറി വന്നാൽ അവന്റെ അഭിഷേകം പോക്ക. മനസ്സിലായെങ്കിൽ ആമേൻ പറ. ഈ ലൈവ് ന്യൂസായിട്ട് എഴുതി കാണിക്കത്തില്ല താഴെ. അതുപോലെ പെട്ടെന്ന് ഇതിനകത്ത് വരുന്നത് ദൈവകൃപ പ്രാപിപ്പാന, സ്നേഹവും പ്രേമവും കണ്ണു കാണിക്കലും ഒന്നും ഇതിനകത്ത് നടക്കില്ല. കാരണം ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം ഈ ആളെ. ഒറ്റ മിനിറ്റ്, അല്ല വേണ്ട സമയം പോ. ഒറ്റ മിനിറ്റ്. ശിംശോനെ മോനെ ഗസയിൽ ഹീനപാത്രമാക്കി. എന്നാ പുതിയ നിയമത്തിൽ വന്നപ്പോ ശുശ്രൂഷ ചെയ്യാൻ ദൈവം സെലക്ട് ചെയ്ത പീലിപ്പോസിനെ ഷണ്ണൻ സ്നാനപ്പെടുത്തിയത് അതേ ഗസയില. ഒരുത്തൻ ഹീനപാത്രമായി എടുത്ത് മറ്റൊരുത്തൻ മാനപാത്രമായി. ദൂത മനസ്സിലായവർക്കായി സ്തോത്ര. അനേകർ ഹീനപാത്രമായി എടുത്ത് നിന്നെ ദൈവം മാനപാത്രമാകാൻ വിളിച്ചത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു ദർശനം കാണുകയാ. അന്തരീക്ഷം നീണ്ടുവരുന്ന ഒരു കറുത്ത കരത്തെ ദൈവം ഇന്ന് പകൽ വെട്ടുകയാ. ഒരു ഹീനപാത്രമാകാനല്ല ദൈവം നിന്റെ തലമുറയെ വിളിച്ചത്. 24 ആമേൻ. കർത്താവിന്റെ ദാസൻ. മതി. കർത്താവിന്റെ the servant of Lord, കർത്താവിന്റെ ദാസൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. അവൻ 7 ക്രിസ്ത്യൻ കോളിങ്. ആമേൻ. തിമോത്തിയോസേ, നിന്റെ വിളി ചെറുതല്ലടാ. ഒന്ന്, നിന്നെ വിളിച്ചത് ആരായിട്ടാ? ഒന്ന് പറയാ, ഓടിച്ചു പറ. 1 കല്ല് കെട്ടാനാ വിളിച്ചത്. 4 നല്ല കൃഷിക്കാരനാകാനാ വിളിച്ചത്. 5 നല്ല വേലക്കാരനാകാനാ വിളിച്ചത്. 6 മാനപാത്രമാകാനാ വിളിച്ചത്. ആമേൻ. ഒടുവിൽ കർത്താവിന്റെ ദാസൻ എന്ന പേര് കിട്ടാനാ വിളിച്ചത്. അമ്മേ, ഒരു ചെറിയ വിളിയല്ല അച്ഛാ നമ്മെ വിളിച്ചത്. ഇത്രയും മാന്യമായൊരു വിളി, ഇത്രയും ശ്രേഷ്ഠമായൊരു വിളി. ഞാനിങ്ങനെ പറയാറുണ്ട്, ആമൻ, നമ്മൾ നിൽക്കുന്നത് ആ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. ഒരിക്കൽ കർത്താവ് എന്നോട് നേരിട്ട് ദൈവം ഇടപെട്ട ഒരു വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവ് എന്നോട് പറഞ്ഞു, എടാ മോനെ, 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നെ അഴച്ചവന്റെ സ്റ്റാൻഡേർഡില. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, നിന്നെ വിളിച്ചവന്റെ സ്റ്റാൻഡേർഡ് വിട്ട് നീ മാറരുത്. ചാടി എഴുന്നേറ്റ് ഒരു നിമിഷം ഓൺലൈനിൽ കാണുന്നവർക്കായി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ആ വലതുകരം ഒന്ന് എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിച്ച്, പ്ലീസ് ഒരു സെക്കൻഡ് ഒന്ന് ഉയർത്തിപ്പിടിച്ച്. നിങ്ങൾ ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഒരു 2 സെക്കൻഡ് എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങ്. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആരുടക്കിയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, കുഞ്ഞേ, നീ രാജ്യത്തിന്റെ ഏതറ്റത്തിരുന്ന് ഞങ്ങളെ ഇന്ന് ശ്രദ്ധിച്ചാൽ, ഒരു പക്ഷേ USA ആയിരിക്കാം, ഒരു പക്ഷേ UK ആയിരിക്കാം, ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റ് ആയിരിക്കാം, എവിടെ ഇരുന്നാണോ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നത്, വിശുദ്ധന്മാർക്ക് വേണ്ടി വെളിപ്പെടുത്തിയ ആ ദൈവത്തിന്റെ കൃപ, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നിന്റെ മേലെ ഇറങ്ങി വരുന്നു. കുഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവ് വീട്ടിനകത്തിരുന്ന് ഭവനത്തിനകത്തിരുന്ന് ശ്രദ്ധിക്കുന്ന നിന്നോട് ഒരു അരുളപ്പാട് പറയുന്നു. ഉയരത്തിൽ നിന്ന് അവൻ കൈ നീട്ടി, ഉയരത്തിൽ നിന്ന് ഒരു കൈ നീട്ടി ഒരു കര ആ കൂടാരത്തിൽ ഇറങ്ങി വരുന്നു. ഒരു കൈവെള്ളത്തിന്റെ നടുവിൽ നിന്ന് എന്നെ വലിച്ചു കയറ്റി. എത്ര കൂട്ടിന് ഒഴുക്കിനകത്ത് നിന്നെ വലിച്ചു കയറ്റാൻ ഇന്ന് പകലിലും ആ കൈ വെളിപ്പെട്ട് വരികയാ. എല്ലാവരും ശബ്ദമുയർത്തിക്കേ, ഒരു നിമിഷം ശബ്ദമുയർത്തിക്കേ. യേശുവേ എന്ന് വിളിച്ചേ. പോരാ, ശബ്ദമുയരട്ടെ. പെരുവെള്ളത്തിനെ ഇരച്ചിൽ പോലെ ഈ ആലയം മുഴുവൻ ലൈവിലൂടെ കാണുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, 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 ആമേൻ. ഓൺലൈൻ അവസാനിപ്പിക്കുക. അല്പസമയം ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ആരാധിക്കാം.